2017 ഹൊറർ മിസ്റ്ററി ജോൺറയിൽ പുറത്തിറങ്ങി ബെസ്റ്റ് പിക്ചർ, ബെസ്റ്റ് ഹൊറർ ഫിലിം, ഔട്ട്സ്റ്റാൻഡിംഗ് വിഷ്വൽ എഫക്ട്സ് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി അവാർഡുകൾ, ഏതാണ്ട് 10-15ഓളം അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു സിനിമയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ശരിക്കും ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ഫിലിം തന്നെയാണ്. കാരണം സിനിമ കണ്ടിട്ടുള്ള മെജോറിറ്റി ആളുകൾക്കും സിനിമയിൽ പറയാതെ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ലിറ്ററലി കഥ തന്നെ മനസ്സിലായിട്ടില്ല. കുറച്ച് വിചിത്രമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു സിനിമ അത്രമാത്രമായിരിക്കും മെജോറിറ്റി ആളുകളും ചിന്തിച്ചു വെച്ചേക്കുന്നത്. റെക്വീം ഫോർ എ ഡ്രീം, ബ്ലാക്ക് സ്വാൻ, പൈ, ഈ സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ഡാരൻ അറോണോഫ്സ്കിയുടെ പടമാണിത്. ഓഫ് കോഴ്സ് പറയാതെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാരൻ്റെ പടത്തിലുണ്ടാവും. പ്രത്യേകിച്ച് ഈ പടത്തിൽ 2017 പുറത്തിറങ്ങിയ മദർ എന്ന സിനിമയിൽ ഒരു പ്രത്യേക മതത്തിൽ പറയുന്ന കുറേ സ്റ്റോറി അതിനെ നമ്മളൊന്നും ചിന്തിക്കുക പോലും ചെയ്യാത്ത ആ ഒരു തരത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് പുള്ളിക്കാരൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഒട്ടും സമയം കളയാതെ നേരെ സിനിമയുടെ കഥയിലോട്ട് പോകാം. ഫസ്റ്റ് ഷോട്ടിൽ തന്നെ കത്തിയെരിയുന്ന തീയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അവളുടെ ശരീരമൊക്കെ തീയിൽ അങ്ങനെ വെന്തിരുകുന്ന സമയത്ത് പോലും അവിടുന്ന് മാറാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കാതെ അവിടെ തന്നെ നിന്ന് അവൾ കണ്ണുകൾ അടയ്ക്കുന്നു. കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നതും കാണാം. അവിടെ നമ്മുടെ സിനിമയുടെ ടൈറ്റിൽ കാണിക്കുന്നു മദർ. ദെൻ ഈ രക്തം പോലെയുള്ള ഈ വസ്തു കണ്ടില്ലേ, ഈ വസ്തു ഈ പുള്ളിക്കാരൻ ഇദ്ദേഹം ഒരിടത്ത് കൊണ്ടുവെക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇദ്ദേഹത്തിൻ്റെയോ ഈ സിനിമയിലുള്ള ആരുടെയോ പേര് സിനിമയിൽ എങ്ങും തന്നെ പറയുന്നില്ല. അതുകൊണ്ട് സിനിമയുടെ ടൈറ്റിൽ ക്യാരക്ടറായിട്ടുള്ള ജെനിഫർ ലോറൻസ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ നമുക്ക് മദർ എന്ന് വിളിക്കാം. ഇദ്ദേഹം സിനിമയിലെ പ്രധാനപ്പെട്ട മെയിൻ ലീഡാണ്. സോ ഇദ്ദേഹത്തെ നമുക്ക് ഫാദർ എന്ന് വിളിക്കാം. മദറും ഫാദറും ഇവരാണ് നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സ്. പിന്നെ അങ്ങോട്ട് കുറേ ആളുകൾ വരുന്നുണ്ട്. അവരെയൊക്കെ എന്തോന്ന് വിളിക്കണമെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. തൊട്ടുമുമ്പ് നമ്മൾ കണ്ട ആ രത്നം ഒരു വീട്ടിൽ ഒരു പ്രത്യേക സ്ഥലത്താണ് ഫാദർ കൊണ്ടുവെക്കുന്നത്. ഉടനടി ആ വീട് വളരെ മനോഹരമായ രൂപത്തിലേക്ക് മാറുന്നു. തൊട്ടുമുമ്പ് അത്ര നല്ലതല്ലാത്ത രൂപത്തിലുണ്ടായിരുന്ന വീട് ഇപ്പൊ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ഹീറോയിൻ ഇവിടെയുണ്ട്. അവളുടെ റൂമിൽ കിടന്നുറങ്ങുമായിരുന്നു. ഇപ്പൊ രാവിലെ എണീറ്റ് വന്നു. എല്ലാ ദിവസവും തന്റെ കൂടെ കിടന്നുറങ്ങുന്ന ഹസ്ബൻഡിനെ ഇപ്പൊ കാണാനില്ല. ഈ രാവിലെ ഇത് എവിടെ പോയി? മദർ വീടിനകത്ത് മൊത്തം നോക്കി, അവിടെ എങ്ങും കാണാനില്ല. മേ ബി പുറത്ത് പോയി കാണുമെന്ന് കരുതി മെയിൻ ഡോർ വഴി പുറത്തിറങ്ങിയപ്പോൾ ദാണ്ടെ പുറകിലൂടെ കയറി വരുന്നു. പേടിപ്പിച്ച് കളഞ്ഞല്ലോ. നിങ്ങൾ നേരത്തെ എണീറ്റിട്ട് എന്താ എന്നെ വിളിക്കാഞ്ഞേ? ഇല്ല, ഞാൻ കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കാമെന്ന് കരുതി. ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചിന്തകൾ വന്നാലോ, എഴുതാൻ പറ്റിയാലോ എന്ന് കരുതി. എന്നിട്ട് എഴുതാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഐഡിയ കിട്ടിയോ? ഇല്ല, ഇതുവരെ ഒരു ഐഡിയയും കിട്ടിയില്ലെന്ന് അദ്ദേഹം. ഈ ഫാദർ വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. പുള്ളിക്കാരൻ അടുത്ത ബുക്ക് എഴുതാനായിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുമെന്ന് കരുതി ഇങ്ങനെ പുറത്തിറങ്ങിയൊക്കെ നിന്നതാണ്. ഇതുവരെയും അടുത്ത ബുക്ക് എന്തിനെ പറ്റിയാണെന്ന് പോലും ഇദ്ദേഹത്തിന് തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല. ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നവരൊക്കെ സ്റ്റക്ക് ആകുന്നൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ നിന്ന് മുന്നോട്ട് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് പിടിച്ച പരിപാടിയാണ്. ഇതുവരെയും ബുക്കിന്റെ കാര്യങ്ങളൊന്നും അങ്ങോട്ട് ആവാത്തതുകൊണ്ട്, അല്ലെങ്കിൽ എഴുതുന്ന കാര്യങ്ങളിൽ അത്ര സംതൃപ്തി കിട്ടാത്തത് കൊണ്ട് ഇദ്ദേഹം വല്ലാത്തൊരു കണ്ടീഷനിലാണ്. അത്ര ഓക്കേഷ് അല്ല. മദർ അവളാൽ പറ്റും ഇത് ഇദ്ദേഹത്തെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പരമാവധി ഇദ്ദേഹത്തെ കംഫർട്ടബിൾ ആക്കി വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. സ്റ്റിൽ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല. മദർ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഫാദറിന്റെ തലയിൽ ഐഡിയാസ് വരാതെ മുന്നോട്ട് പോകത്തില്ലല്ലോ. ഇതിൽ നമ്മുടെ ഹീറോയിൻ മദർ ഒരു പെയിന്ററാണ്. പ്രൊഫഷണലി അങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും പുള്ളിക്കാരിക്ക് പെയിന്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് സൂക്ഷിക്കും. ഏതും ഏറ്റവും മനോഹരമായിട്ടുള്ള അവസ്ഥയിൽ കീപ്പ് ചെയ്യാനാണ് പുള്ളിക്കാരിക്ക് ഇഷ്ടം. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ആ ഭിത്തിയിൽ പുതിയൊരു കളർ, പുതിയൊരു ഡിസൈൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇവിടെ ഇപ്പോൾ പെയിന്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ പുള്ളിക്കാരി ആ ഭിത്തിയിൽ 2 കൈ ഉപയോഗിച്ച് ഇങ്ങനെ തൊട്ട് അതിലോട്ടൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ ആ ഭിത്തിക്കുള്ളിൽ നിന്നുള്ളൊരു വിഷൻ ഇവൾക്ക് കാണാൻ പറ്റുന്ന പോലെ, അതും അതിനുള്ളിൽ ഒരു ഹൃദയമുള്ള പോലെ, ഒരു ഹൃദയം തുടിക്കുന്ന പോലെയുള്ള ഒരു വിഷ്വൽ. മദർ ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ. ആർട്ടിസ്റ്റ് എല്ലാത്തിനെയും ആ ഒരു രീതിയിലാണ് കാണുന്നതെന്ന് പറയാറുണ്ടല്ലോ. മേ ബി അതുകൊണ്ടായിരിക്കാം, പുള്ളിക്കാരുടെ സങ്കല്പങ്ങളായിരിക്കാം. ശേഷം വീട്ടിലെ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ഹസ്ബൻഡ് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹത്തിന് നല്ലൊരു കഥ എഴുതാൻ വേണ്ട അന്തരീക്ഷം തന്നാൽ പറ്റും വിധം ഒരുക്കി കൊടുക്കാൻ ഇവൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ അദ്ദേഹം കഥ എഴുതാനിരുന്നു. ഒന്ന് എഴുതി തുടങ്ങിയാൽ നന്നായിട്ട് അങ്ങ് എഴുതാൻ പറ്റിയിരിക്കും. പക്ഷേ ഇവിടെ എഴുതി തുടങ്ങാൻ പോലും സാധിക്കുന്നില്ല. ഫാദർ കുറേ ആലോചിച്ച് കുറേ ടൈം എടുത്ത് എങ്ങനെയെങ്കിലും ഒരു കഥ തുടങ്ങാനായിട്ട് ശ്രമിക്കുമ്പോൾ മദർ അദ്ദേഹത്തെ ഒട്ടും തന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ കുറേ മാറി അവിടെ ഇരിക്കുന്നുണ്ട്. സമയം കുറേ എടുത്തെങ്കിലും ഇദ്ദേഹത്തിന് കഥ എഴുതി തുടങ്ങാൻ സാധിച്ചില്ല. ഇന്നേരമാണ് ആരോ ഇവരുടെ വീട്ടിൽ വന്ന് വാതിൽ നോക്കിയിരുന്നത്. ഇപ്പോൾ ടൈം ഏതാണ്ട് നേരെ ഇരട്ടി, രാത്രി സമയമാണ്. ഫാദർ ചെന്ന് ഡോർ തുറന്നു. എന്തൊക്കെയോ അവർ തമ്മിൽ സംസാരിച്ചു. ഫാദർ അദ്ദേഹത്തെ വീടിനകത്തേക്ക് വിളിച്ചു വരുത്തി മദറിനോട് ഇതുപോലെ ഇദ്ദേഹം ഒരു ഓർത്തോപീഡിക് സർജനാണ്, ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്, ഇപ്പോൾ എന്തൊക്കെയോ റിസർച്ചസ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. സർജന് വഴിമാറി വന്നതാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ ഇവരോട് രണ്ടുപേരോടും ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, ഞാൻ തിരിച്ചു പോയേക്കാം എന്ന് പറഞ്ഞ് പറയുമ്പോൾ ഫാദർ അങ്ങനെ വിടുന്നില്ല. അയ്യോ, വീട്ടിൽ വന്നിട്ട് അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെ? വരൂ, നമുക്ക് സംസാരിക്കാം, കോഫിയൊക്കെ കുടിച്ചിട്ട് പോവാം. ഫാദർ ഇങ്ങനെയൊക്കെ പറഞ്ഞത് മദറിന് അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ അല്ല. ബിക്കോസ് ഒരു പരിചയവുമില്ലാത്ത ഒരാളെ വിളിച്ച് വീട്ടിൽ കയറ്റി കോഫിയൊക്കെ കുടിച്ചിട്ട് പോകുന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുന്നത് അതത്ര ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. ഇയാൾ ആരെ എന്ത് എന്നൊന്നും അറിയത്തില്ലല്ലോ. ഒരു പക്ഷേ ഫാദറിന് ഇപ്പോൾ കഥ എഴുതാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സംസാരിച്ച് അതിൽ നിന്നൊരു ത്രെഡ് കിട്ടിയാലോ എന്നുള്ള രീതിയിൽ മേ ബി വിളിച്ച് കയറ്റിയതായിരിക്കാം. മദർ അവർക്ക് കോഫി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരുടെ അടിവയറ്റിൽ വല്ലാത്തൊരു വേദന. ആ പെയിൻ കാരണം തന്നെ ഒരു ഗ്ലാസ് കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടുന്നുണ്ട്. അതങ്ങാണ് പൊട്ടി കാലിൽ കുത്തി കയറിയിരുന്നെങ്കിലോ മൊത്തം പണിയായനേയും. എന്തോ ഭാഗ്യം, മദർ ആണെങ്കിൽ ഇപ്പോൾ ചെരുപ്പ് പോലും ഇട്ടിട്ടില്ലായിരുന്നേ. തന്നെ അതെല്ലാം എടുത്ത് മാറ്റി 3 ഗ്ലാസ്സിൽ കോഫിയും എടുത്ത് മദറും അവരോടൊപ്പം ചെന്നിരുന്നു. ആക്ച്വലി ഈ
സർജൻ ഹോസ്പിറ്റലൊന്നും അന്വേഷിച്ച് വന്നതല്ല, പുള്ളിക്കാരൻ ഒരു റിസർച്ച് പേപ്പർ ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അതൊന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഇങ്ങോട്ടെന്ന് പറയുമ്പോൾ ഈ സ്ഥലത്തേക്ക് ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റി ഉണ്ടോ എന്നുള്ള രീതിയിൽ അന്വേഷിച്ച് വന്നതാണ്. ഉടനെ ഫാദർ ഇദ്ദേഹത്തിന് സമ്മതമാണെങ്കിൽ ഇവരുടെ വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്തോളാൻ പറഞ്ഞു. അദ്ദേഹം ഒരു റിസർച്ച് പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ വന്നേക്കുന്നു. ഇദ്ദേഹത്തിനും സ്റ്റോറി എഴുതണം, മേ ബി എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് കിട്ടിയാലോ, ആ ഒരു രീതിയിലാണ് പുള്ളിക്കാരൻ പറയണേ. മദറിന് അത് അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ അല്ല. എന്നാൽ ഫാദർ അങ്ങ് നിർബന്ധിക്കുവാണെന്നേ, ഞങ്ങൾ ആകെ 2 പേരല്ലേ ഉള്ളൂ, ഇതൊരു വലിയ വീടുമാണ്, നിങ്ങൾക്ക് സമാധാനത്തോടെ നിങ്ങളുടെ റിസർച്ചസ് ഒക്കെ ഇവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഫാദർ ഇങ്ങനെ പറഞ്ഞതോടെ മദറും എതിർക്കുന്നില്ല. സർജൻ ഈ വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്യുന്നു. അങ്ങനെ പുള്ളിക്കാരൻ അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് വീടിനകത്ത് കയറി. വീടിനകത്ത് നിന്ന് പുള്ളി സ്മോക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഹീറോയിൻ, നമ്മുടെ മദർ അങ്ങനെ തടയുന്നു. സോറി, ആക്ച്വലി ഞങ്ങൾ വീടിനകത്ത് സ്മോക്ക് ചെയ്യാറില്ല. ഓ ഐ എം റിയലി സോറി, പുറത്ത് ഭയങ്കര തണുപ്പായതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ കളഞ്ഞേക്കാം എന്ന് പറഞ്ഞ് പുള്ളി സിഗരറ്റ് കളഞ്ഞു. ദെൻ ഈ ഫാദർ സർജനെ അദ്ദേഹത്തിന്റെ മുറിയിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ വർക്കിനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ സർജൻ വായിച്ചിട്ടുണ്ട്. ഈ സർജൻ ഇദ്ദേഹത്തിന്റെ വലിയൊരു ഫാൻ ആണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സർജൻ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ച് ഫാദറിന്റെ മുറിയിലുള്ള ആ ഒരു രത്നം എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ പെട്ടെന്ന് ഫാദർ ആ ഒരു രത്നം അങ്ങെടുത്തു. കാരണം ഫാദറിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒന്നാണ്. കാരണം ഇദ്ദേഹത്തിന്റെ ചെറിയ പ്രായത്തിൽ എപ്പോഴും ഒരു വലിയ തീപിടുത്തം ഉണ്ടായി ഇദ്ദേഹത്തിന് എല്ലാം നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ടിട്ടും അന്ന് ചാരങ്ങൾക്കിടയിൽ നിന്ന് ഇദ്ദേഹത്തിന് ഈ ഒരു രത്നം മാത്രം കണ്ടെത്താൻ സാധിച്ചു. പിന്നീട് ഇങ്ങോട്ട് ഇദ്ദേഹത്തിന്റെ ജീവിതം മാറി മറിഞ്ഞ് കുറേ ബെറ്റർ ആയതിന്റെ ഒരു കാരണം ഈ രത്നമാണെന്നും മറ്റൊരു കാരണം തന്റെ വൈഫാണെന്നും, അതായത് നമ്മുടെ മദർ ആണെന്നുമാണ് ഫാദർ പറയുന്നത്. ഈ സർജൻ ഈ രത്നം കണ്ടതും അതിനോട് എന്തോ ഒരു വല്ലാത്തൊരു അട്രാക്ഷൻ, അതൊന്ന് തൊടാനെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് പുള്ളിക്കാരൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഫാദർ കൊടുക്കുന്നില്ല. ദെൻ മദർ പോയി കിടന്നുറങ്ങി. കുറേ സമയം കഴിഞ്ഞിട്ടും ഫാദർ റൂമിൽ വന്നില്ല. ലാസ്റ്റായിട്ട് പുള്ളിക്കാരൻ ആ സർജനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. ഇത്രയും സമയമായിട്ടും ഉറങ്ങാതെ ഇവർ എന്ത് ചെയ്യുവാണെന്ന് അറിയാൻ നമ്മുടെ ഹീറോയിൻ താഴെ ചെന്ന് നോക്കുമ്പോഴോ സർജന് വേണ്ടി ഇവൾ സെറ്റ് ചെയ്ത് കൊടുത്ത റൂമൊക്കെ അലങ്കോലമായി കിടക്കുന്നു. മാത്രമല്ല അവിടെ ഒരുപാട് സിഗരറ്റ്, കുറേ സിഗരറ്റ് വലിച്ചൊരു ബൗളിനകത്ത് ഇട്ടും വെച്ചേക്കുന്നു. ഇതൊരുമാതിരി മര്യാദകേടല്ലേ, വീടിനുള്ളിൽ സ്മോക്ക് ചെയ്തതെന്ന് ഇവൾ പറഞ്ഞല്ലേ, അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ പുറത്ത് പോയി സ്മോക്ക് ചെയ്തുവിടായിരുന്നോ? സിഗരറ്റ് വലിച്ചത് പോരാതെ വെള്ളമൊക്കെ അടിച്ചത് സർജൻ ഇപ്പോൾ വാള് വെക്കുന്നു. നമ്മുടെ ഫാദർ അങ്ങേറെ പുറമൊക്കെ തിരുമ്പി കൊടുത്ത് ബാത്റൂമിലുണ്ട് രണ്ടുപേരും. സർജന്റെ പുറത്ത് ഒരു സൈഡിൽ വലിയൊരു മുറിവുണ്ട്. ഇതെന്ത് പറ്റിയതാണെന്ന് മദർ ചോദിച്ചെങ്കിലും ഫാദർ പറയാൻ തയ്യാറായില്ല. എന്തോ സംഭവിച്ചു, ഇവർക്കിടയിൽ എന്തോ സംഭവിച്ചു. ഒന്നുകിൽ ആ പുള്ളിക്കാരൻ വെള്ളം അടിച്ച് എവിടെയെങ്കിലും തെന്നി അടിച്ച് വീണ് അങ്ങനെ വല്ലതും മുറിഞ്ഞതായിരിക്കണം, അതല്ലെങ്കിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമായതാണോ? ഇതെല്ലാം കണ്ട് അവിടുന്ന് മാറിപ്പോകുന്നതിന് മുമ്പ് മദർ ആ ടേബിളിൽ ഇരുന്ന് ഒരു ലൈറ്റർ തള്ളി താഴെ ഇടുന്നുണ്ട്. പറഞ്ഞൊന്നും കേൾക്കാതെ സിഗരറ്റും വലിച്ച് വെള്ളം അടിച്ച് ഒരുമാതിരി വല്ലാത്ത കണ്ടീഷനാക്കി വെച്ചേക്കുന്നു. ഇനിയിപ്പോൾ അങ്ങനെ സിഗരറ്റ് വലിക്കണ്ട, ലൈറ്റർ ഉണ്ടെങ്കിലല്ലേ വലിക്കൂ. എവിടുന്നോ വന്ന ഒരാൾ, അയാളുമായിട്ട് ഫാദർ പെട്ടെന്ന് കമ്പനിയായി വീട്ടിൽ സ്റ്റേ ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തു. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഇതെല്ലാം കണ്ട് മദർ ഒരുമാതിരി അങ്ങ് പാനിക് ആവുന്നുണ്ട്. ഇങ്ങനെ ആവുന്ന സമയത്ത് പുള്ളിക്കാരിക്ക് ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ വേദന എടുക്കും. ലൈക്ക് നേരത്തെ അടിവയറ്റിൽ വേദന ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലായിരുന്നു ആ ഗ്ലാസ് താഴെ ഇടപ്പോൾ, അതുപോലെ തന്നെ ഇപ്പോഴും. ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറി വരാൻ മദർ ഒരു തരത്തിലുള്ള പെയിൻ കില്ലർ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു തരത്തിലുള്ള മഞ്ഞ പൗഡർ, അത് വെള്ളത്തിൽ കലക്കി കുടിക്കും. ശേഷം അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് 3 ആൾക്കുള്ള ഫുഡൊക്കെ മദർ പ്രിപ്പയർ ചെയ്യുവാണ്. രാവിലെ എണീറ്റ് വരുന്ന ഫാദർ വളരെ നോർമലായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഇന്നലെ നൈറ്റ് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടും അതിനെപ്പറ്റിയൊന്നും പുള്ളിക്കാരൻ സംസാരിക്കുന്നില്ല. സർജനെ ഇഷ്ടപ്പെട്ടെന്നേ, സർജനോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ കുറേ സ്റ്റോറീസ് കിട്ടുന്ന പോലെ ഉണ്ട്. പുള്ളിക്കാരൻ ഭയങ്കര സപ്പോർട്ടീവ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. വെൽ, ഇത്രയും നാൾ ഇങ്ങനെ അടുത്തതായിട്ടൊരു സ്റ്റോറി എഴുതാൻ വേണ്ട എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും ഇവളെ കൊണ്ട് പറ്റുന്ന പോലെ മദർ കൊടുത്തിട്ടുണ്ട്. ഐ മീൻ അതിനുള്ള അന്തരീക്ഷം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ബട്ട് പുള്ളിക്കാരൻ അതായിരുന്നില്ല വേണ്ടത്. അവിടെ മദറിന് ചെറിയൊരു വിഷമമാവുന്നുണ്ടെന്ന് പറയാം. എന്നാൽ സർജനോ തന്റെ ലൈറ്റർ എവിടെയോ കാണാതെ പോയി, അതുകൊണ്ട് താൻ അടുപ്പിന്ന് തീ കത്തിച്ചോളാം എന്ന് പറഞ്ഞ് സിഗരറ്റും കത്തിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അല്ല, ഇന്നലെ എന്തൊക്കെ ശരിക്കും സംഭവിച്ചേ? വാൾ വെച്ച് ബോധമില്ലാതെ ഇങ്ങനെ പുറമൊക്കെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പോഴത്തെ കംപ്ലീറ്റ്ലി ഓക്കെ എന്നൊക്കെ. ഇതെന്തൊക്കെ ഇവിടെ നടക്കുന്നേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നിങ്ങനെ മദർ ചിന്തിക്കുന്ന സമയത്താണ് അടുത്ത ആൾ വീട്ടിലേക്ക് വരുന്നത്. ഒരു സ്ത്രീയാണ്. ഈ സ്ത്രീ സർജന്റെ ഭാര്യയാണ്. ഇത് കൊള്ളാലിത്, ഇന്നലെ ഭർത്താവ് വന്നു, ഇന്ന് ഭാര്യ വരുന്നു. ഇതൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലാണ് ഫാദർ നിൽക്കുന്നത്. അവർ വന്നു, അവർ രണ്ടുപേരും ഹാപ്പി അല്ലേ, നമ്മളും ഹാപ്പി അല്ലേ എന്ന മട്ടിലാണ് പുള്ളി. മദർ ഇങ്ങോട്ട് ഡോർ തുറക്കാൻ വന്ന സമയത്ത് അടുപ്പിൽ വെച്ചിരുന്ന ഫുഡെല്ലാം കരിഞ്ഞു പോകുന്നുണ്ട്. ഉടനെ സർജന്റെ ഭാര്യ ഓടിച്ചെന്ന് ആ ഫുഡൊക്കെ തട്ടിമറിച്ചിടുന്നു, കൂടുതൽ തീ പിടിക്കാതിരിക്കാൻ. അങ്ങനെ ചെയ്തപ്പോൾ പുള്ളിക്കാരുടെ കൈ പൊള്ളി. മദർ ഐ എം റിയലി സോറി, ഇതെന്റെ മിസ്റ്റേക്ക് ആയിരുന്നു, ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ സ്ത്രീയുടെ കയ്യിൽ വെക്കാൻ ഐസൊക്കെ എടുത്തു കൊടുത്തു. ദെൻ കഴിക്കാൻ ഫുഡ്, കോഫി എല്ലാം റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. ഈ സർജനും വൈഫും ഇവരുടെ മുന്നിൽ വെച്ച് കിസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. തങ്ങളുടെ മുന്നിൽ വെച്ച് ഇവരിങ്ങനെ കിസ് അടിച്ചപ്പോൾ മദറിന് എന്തോ ഒരു ഫീൽ അടിച്ചെങ്കിലും ഫാദർ വേറെ മൂഡിലായിരുന്നു. കഥാകാരനല്ലേ, ഇതൊക്കെയാണ് കഥ എഴുതാനുള്ള ഇൻസ്പിറേഷൻ. സർജനും ഭാര്യയ്ക്കും 2 ആൺമക്കളാണ്. അതിൽ ഇളയ മകന്റെ ഫോട്ടോ ഒക്കെ ഇവരെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അല്ല, നിങ്ങൾക്ക് കുട്ടികളൊന്നുമില്ലേ? ഇതുവരെ ഇല്ല, ഉടനെ തന്നെ വേണം എന്ന് ഫാദർ. അങ്ങനെയാണ് പിന്നെ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? ഫുഡ് കഴിച്ചു കഴിഞ്ഞ് നേരെ പോയി അതിന്റെ പരിപാടി നോക്കിക്കോ. ഫാദറിന് ഇതിലൊക്കെ നല്ല താല്പര്യം ഉണ്ടെങ്കിലും മദർ ഒരുമാതിരി അത് പിന്നെ എനിക്ക് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്, ഇദ്ദേഹത്തിനും അടുത്ത സ്റ്റോറി എഴുതണം, രണ്ടാൾക്കും അതിൻ്റെതായിട്ടുള്ള തിരക്കുകളുണ്ട്. എന്തോ മദറിന് അത്ര താല്പര്യമില്ലാത്ത പോലെ. എന്തായാലും ഫാദർ ഇദ്ദേഹത്തിനോടും, അതായത് ഈ സർജനോടും ഇദ്ദേഹത്തിന്റെ വൈഫിനോടും വേണമെങ്കിൽ ഈ വീട്ടിൽ തന്നെ തുടർന്നോളാൻ പറയുന്നുണ്ട്. എന്താണ് ഇയാൾ ഇങ്ങനെയൊക്കെ തീരുമാനമെടുത്തത്? മദറിനോടൊന്നും ചോദിക്കുക പോലും ചെയ്തില്ല. അവരാണെങ്കിൽ പക്ക ഓക്കെ ഞങ്ങൾ ഇവിടെ തന്നെ നിന്നോളാം എന്നുള്ള മട്ടിൽ. എന്തായാലും ഫാദർ പറഞ്ഞു പോയില്ലേ, ഇനിയിപ്പോൾ അവരോട് ഇവിടെ നിൽക്കേണ്ടെന്ന് പറയുന്നത് മോശമാണ്. അതുകൊണ്ട് മദറും സമ്മതിച്ചു. ദെൻ മദർ സ്ഥിരം ചെയ്യാറുള്ള പോലെ ഇവിടുത്തെ ഭിത്തികളൊക്കെ പെയിന്റ് ചെയ്ത് മനോഹരമാക്കുന്നു. അവൾക്ക് വേണ്ടി ലൈം ജ്യൂസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് അങ്ങോട്ടില്ലെന്ന് നമ്മുടെ സർജന്റെ ഭാര്യ നമ്മുടെ മദറിനോട് കുറേ കാര്യങ്ങൾ വിശദമായിട്ട് ചോദിക്കുവാണ്. അതായത് ഈ വീടിനെ പറ്റി, ഇവരുടെ റിലേഷൻഷിപ്പിനെ പറ്റി, നേരത്തെ കുട്ടികളെ പറ്റിയൊക്കെ സംസാരിച്ചപ്പോൾ ഇവർക്ക് കുട്ടികൾ വേണ്ടെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചപ്പോൾ മദർ അത്ര താല്പര്യമില്ലാത്ത രീതിയിലാണല്ലോ റെസ്പോണ്ട് ചെയ്തത്. നീ എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുന്നു വിചാരിക്കരുത്, നിനക്കും പ്രായമാവും, അതിനു മുമ്പ് കുട്ടികളൊക്കെ വേണ്ടേ?
അങ്ങനെയല്ലേ ജീവിതം മുന്നോട്ട് പോകുന്നത്. മദറിന് എന്ത് മറുപടി പറഞ്ഞെന്ന് അറിയത്തില്ല. പുള്ളിക്കാരിക്ക് പിള്ളേര് വേണമെന്നാണോ വേണ്ടാന്നാണോ എന്തോ ഇവരുടെ ഈ വീട് മൊത്തത്തിലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണമെന്ന് സർജൻ്റെ വൈഫ് ആവശ്യപ്പെട്ടപ്പോൾ നമ്മുടെ മദറും ഇന്ന പോലെ ആ വീട് പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് ഓരോരോ സെക്ഷൻസ് ആയിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. ഇതിനിടെ മുകളിലത് നമ്മുടെ ഫാദറിൻ്റെ റൂം കണ്ടിട്ട് അവിടെ എന്തോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് പുള്ളിക്കാരി ചാടി കയറി അങ്ങോട്ട് പോകുന്നുണ്ട്. മദർ അവരെ തടഞ്ഞു. ഇല്ല, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, അദ്ദേഹം ഇല്ലാത്ത സമയത്ത് ആ മുറി കയറാൻ പറ്റത്തില്ല. കറക്റ്റ് ഈ സമയത്ത് ഭയങ്കരമായിട്ട് ചിരിച്ചുല്ലസിച്ച് ഫാദറും സർജനും കൂടെ ഹൈക്കിന് പോകാന്നൊക്കെ പറഞ്ഞ് പുറത്ത് പോകുന്നുണ്ട്. ശരിക്കും ഒരൊറ്റ ദിവസത്തെ പരിചയം മാത്രമേ ഉള്ളെങ്കിലും ഫാദറും സർജനും അത്രയും ക്ലോസ് ആയി, അത്രത്തോളം അടുത്തു. എന്തായാലും അവർ രണ്ടാളും ആ ഒരു വഴിക്ക് പോയി. നമ്മുടെ സർജൻ്റെ വൈഫ് മദറിനെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് അവളെ സഹായിക്കുന്നുണ്ട്, ലൈക്ക് ലോണ്ടറി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഈ വീടിൻ്റെ ബേസ്മെൻറ്റിലാണ് വാഷിംഗ് മെഷീൻ വെച്ചേക്കുന്നത്. സർജൻ്റെ ഭാര്യയ്ക്ക് അത്ര വൃത്തിയുള്ള ടൈപ്പാണെന്നൊന്നും തോന്നുന്നില്ല. അവിടെ ചെന്ന് തുണിയൊക്കെ വലിച്ചു വാരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് ഒരുമാതിരി പരിവാക്കുന്നുണ്ട്. ദെൻ മദർ കിച്ചണിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെയും മൊത്തം അലങ്കോലമാക്കിയിട്ടേക്കുവാണ്. ഈ പുള്ളിക്കാരൻ നേരത്തെ ലൈം ജ്യൂസ് ഉണ്ടാക്കിയായിരുന്നല്ലോ, നാരങ്ങയൊക്കെ വലിച്ചു വാരി വെട്ടിമുറിച്ച് അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ട്. ബാത്റൂമിൻ്റെ കണ്ടീഷനും ഇതുപോലൊക്കെ തന്നെ. ടിഷ്യൂ ഒക്കെ യൂസ് ചെയ്തിട്ട് അത് വാഷ് ബേസിൻ്റെ അവിടെ തന്നെ ഇട്ടേക്കുന്നു. മദറിന് ഇതൊന്നും ഒട്ടും അങ്ങോട്ട് ഓക്കെ അല്ല. പുള്ളിക്കാരിക്ക് എല്ലാം വൃത്തിയായിരിക്കണം, വെടിപ്പായിരിക്കണം. വീടൊക്കെ അത്ര കാര്യമായിട്ട് പുള്ളിക്കാരി നോക്കുന്നുണ്ട്. അലങ്കോലമായി കിടന്ന ടിഷ്യൂ എടുത്ത് ക്ലോസറിലിട്ട് ഫ്ലഷ് ചെയ്തപ്പോൾ ദേ അതിനകത്ത് എന്തോ ഒരു പ്രാണി. ചേടാ, ഇതിപ്പോൾ ഈ പ്രാണി ഇത് എവിടുന്ന് വന്നു? ഫ്ലഷ് ചെയ്തപ്പോൾ മൊത്തത്തിൽ ക്ലീൻ ആയി പോകുന്നുണ്ട്, എന്നാലും ഇതിങ്ങനെ ഇതിനകത്ത് കയറി. മാത്രമല്ല സർജൻ്റെ ബാഗിനകത്തു നിന്ന് ഇവളുടെ ഹസ്ബൻഡിൻ്റെ, അതായത് ഫാദറിൻ്റെ ഫോട്ടോയും മദർ കണ്ടുപിടിക്കുന്നുണ്ട്. അല്ല, ഇതിപ്പോൾ എന്ത് സംഭവം? ഫാദറിൻ്റെ ഫോട്ടോ എന്തിനാ ഇവർ കൊണ്ടു നടക്കുന്നത്? ഒരുപക്ഷെ ഫാദർ വളരെ പ്രശസ്തനായ ഒരു റൈറ്റർ ആയതുകൊണ്ടായിരിക്കാം. എന്നാലും എവിടൊക്കെയോ എന്തോ പ്രശ്നമുണ്ടല്ലോ. സർജന് വഴിതെറ്റി കറക്റ്റായി ഇവരുടെ വീട്ടിൽ തന്നെ വരുന്നു. തൊട്ടടുത്ത ദിവസം അങ്ങേരുടെ ഭാര്യ വരുന്നു. ഇപ്പോൾ അത് ബാഗിൽ നിന്ന് ഫാദറിൻ്റെ ഫോട്ടോയും. എവിടോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള പോലെ. മദറിന് ഈ ഫോട്ടോ കണ്ടപ്പോൾ സംശയമാവുന്നുണ്ടെങ്കിലും പുള്ളിക്കാരി അത് എടുത്തിട്ട് തന്നെ തിരിച്ചു വെച്ചു. നോക്കുമ്പോൾ സർജൻ്റെ ഭാര്യ പെർമിഷൻ കൂടാതെ ഫാദറിൻ്റെ റൂമിലോട്ട് കയറി പോകുന്നു. മദറും അവളുടെ പുറകെ ഓടി ചെന്നപ്പോൾ അവൾ ആ മുറിയിൽ വെച്ചിരിക്കുന്ന ആ ഒരു രത്നമില്ലേ, ആ രത്നത്തിൽ തന്നെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. ഹേയ്, നിങ്ങളോട് ഇങ്ങോട്ട് വരലെന്ന് പറഞ്ഞല്ലേ, പ്ലീസ് ഇവിടുന്ന് പുറത്ത് പോകണം, അദ്ദേഹം ഇല്ലാത്ത സമയത്ത് ഈ മുറിയിൽ കയറാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു മദർ അവരെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. ദെൻ ഫാദറും സർജനും തിരിച്ചു വന്നു. മദർ ഇന്ന പോലെ ഫാദറിൻ്റെ ഫോട്ടോ അവരുടെ ലഗേജിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഫാദറിനോട് പറഞ്ഞപ്പോൾ അതെനിക്കറിയാം, അയാൾ എന്നോട് പറഞ്ഞായിരുന്നു. ആക്ച്വലി അയാൾ എന്നെ കാണാൻ വേണ്ടി തന്നെ വന്നതാണ്. പുള്ളിക്കാരനെ അധികകാലം ജീവനോട് ഉണ്ടാവത്തില്ല, മരിക്കുന്നതിന് മുമ്പ് എന്നെ നേരിട്ട് കാണണമെന്നുള്ള ആഗ്രഹവുമായി വന്നതാണ്. ഓ, അപ്പോൾ ശരിക്കും കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ഫാദർ അവർക്ക് ഇത്രയൊക്കെ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത് ഈ വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്തു എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യാൻ പോയത് ഇപ്പോൾ ഫാദറിന് തന്നെ പണിയാവുന്നുണ്ട്. എന്താണെന്നാൽ ഫാദറിൻ്റെ പെർമിഷൻ കൂടാതെ ഫാദറിൻ്റെ റൂമിൽ കയറി അവിടെ അദ്ദേഹം വെച്ചിരുന്ന ആ ഒരു രക്തം ഇവരെടുത്ത് നോക്കി അവരുടെ കൈ നിന്ന് താഴെ വീണ് അത് മൊത്തം പൊട്ടിപ്പോയി. ഒരുമാതിരി പരിപാടിയായി പോയി. നിങ്ങളോടൊന്നും അതിൽ തൊടാൻ പാടില്ലെന്ന് പറഞ്ഞാൽ കേൾക്കത്തുമില്ല. ഫാദർ ഇത്രയും നാൾ അത്രയും കെയർഫുൾ ആയിട്ട് ശ്രദ്ധിച്ചിരുന്ന ആ രക്തം തന്നെ പൊട്ടിച്ചേക്കുന്നു. പെട്ടെന്നുണ്ടായ ആ ഒരു ഇമോഷൻ്റെ പുറത്ത് ഫാദർ സർജനോടും ഭാര്യയോടും ദേഷ്യപ്പെടുന്നുണ്ട്. അവരോട് ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കമാൻഡ് ചെയ്തു. പൊട്ടി പീസായി താഴെ കിടക്കുന്ന രക്തങ്ങളൊക്കെ അദ്ദേഹം വാരി കൂട്ടുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വൈഫ് ഇദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. എന്നാൽ മദറിനോട് പോലും പ്ലീസ് എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട് എന്ന് ഇദ്ദേഹം കമാൻഡ് ചെയ്തു. കമാൻഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എപ്പോഴും സംസാരിക്കുന്ന മാതിരിയല്ല, കുറച്ച് സ്ട്രോങ് ആയിട്ട് ഉള്ളിൽ നിന്നൊരു വോയിസ് വന്ന് ഇവരോട് കമാൻഡ് ചെയ്യുന്ന പോലെ അത്തരത്തിൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. ഡ്യൂൺ മൂവിയിൽ നമ്മുടെ ഹീറോയും അതുപോലെ റവറൻ മദറും ഒക്കെ സംസാരിക്കുന്ന ഒരു മെത്തേഡില്ലേ, കമാൻഡ് ചെയ്യുന്നൊരു മെത്തേഡില്ലേ, അതുപോലൊക്കെ തന്നെ ഈ രത്നങ്ങൾ ഫാദറിന് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ ഒരു സീനിൽ നിന്ന് തന്നെ വ്യക്തം. കണ്ടില്ലേ, അവിടെ പൊട്ടി വീണ് കിടക്കുന്ന അതിൻ്റെ പീസസ് ഒക്കെ എടുത്ത് ഇങ്ങനെ കൈക്കുള്ളിൽ വെച്ച് ഞെക്കുമ്പോൾ അതിൻ്റെ കൂർത്ത ഭാഗങ്ങൾ കയ്യിൽ കൊണ്ടുകയറി ബ്ലഡ് വരെ വരുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ഒരുമാതിരി അങ്ങ് സഹിക്കാൻ പറ്റാതെ പാനിക്കായി വിഷമത്തിലായ മദർ സർജനോടും വൈഫിനോടും ഇനി ഇവിടെ തുടരാൻ പറ്റത്തില്ല, ഈ വീട്ടിൽ നിന്ന് പോകണം എന്ന് പറയാനായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ നോക്കുമ്പോൾ അവരാവട്ടെ അവരുടെ റൂമിലിരുന്ന് സെക്സ് ചെയ്യുന്നു. ഇത്രയൊക്കെ ഒപ്പിച്ചിട്ട് ഒരു കോഴ്സിലും ഇല്ലാതെ ഇതെന്തൊരു ജീവികൾ ഇവർ. അത് കണ്ട് മദർ പിന്നെയും ഒരുമാതിരി എങ്ങായി. പുള്ളിക്കാരി ഇടയ്ക്കിടെ കുടിക്കാറുള്ള ആ ഒരു യെല്ലോ പൗഡർ വെള്ളത്തിൽ കലക്കി കുടിക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞ് ഫാദർ അദ്ദേഹത്തിൻ്റെ റൂമിൽ നിന്ന് പുറത്ത് വന്ന് അങ്ങനെ കൈ ഉപയോഗിച്ച് തന്നെ ഡോർ നോബിൽ ഒറ്റയടി അത് പൊട്ടിപ്പോയി. മാത്രമല്ല ഇവിടുന്ന് കുറേ പലകളൊക്കെ എടുത്തുകൊണ്ട് വന്ന് വാതിലിനോട് ചേർത്ത് വെച്ച് ആണി അടിക്കുന്നു. ഈ ഒരു കാരണവശാലും തൻ്റെ പെർമിഷൻ കൂടാതെ ആരും തൻ്റെ റൂമിൽ കയറരുത്. ഇദ്ദേഹത്തിൻ്റെ ഈ പണിയൊക്കെ കണ്ട് ഒരുമാതിരി ആയിപ്പോയ മദർ ആവട്ടെ ആ സർജനെയും വൈഫിനെയും എന്ത് പറഞ്ഞിട്ടാണെങ്കിലും ഇവിടുന്ന് പറഞ്ഞു വിടണമെന്ന് തീരുമാനിച്ച് അവരുടെ മുറിയിലോട്ട് ചെല്ലുവാണ്. അപ്പോൾ താണ്ടെ സർജൻ്റെ വൈഫ് ഒരു ഗ്രീൻ കളർ ബ്രാ മാത്രം ഇട്ടുകൊണ്ട് വാതിൽ തുറന്നു. ആക്ച്വലി ഇവിടെ ഈ കളറിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. അത് കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. മദർ പുള്ളിക്കാരനെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ സർജനും വൈഫ് ഇവിടുന്ന് തിരിച്ചു പോകണമെന്നൊക്കെ ഇവരോട് പറയുന്നുണ്ടെങ്കിലും ഈ പെണ്ണുപിള്ള കേട്ട ഭാവം നടിക്കുന്നില്ല. ഇതൊരു മാതിരി കുരിശായല്ലോ, ഈ രണ്ടെണ്ണം എന്ത് പറഞ്ഞിട്ട് ഈ വീട്ടിൽ നിന്ന് പോകുന്നില്ലല്ലോ, ഇത് നിങ്ങളെ ഇനിയിപ്പോൾ എങ്ങനെ സഹിക്കുമെന്ന് ചിന്തിച്ച് ചെയ്യുമ്പോൾ വേറെ രണ്ടെണ്ണം കൂടെ വീട്ടിലോട്ട് വരുന്നു. സർജൻ്റെയും വൈഫിൻ്റെയും മക്കളാണ്, 2 ആൺകുട്ടികൾ. അവരെന്തോ ഒരു ഡോക്യുമെന്റിനെ പറ്റി തർക്കിച്ച് ബഹളം ഉണ്ടാക്കിയാണ് വീട്ടിലോട്ട് കയറി വരുന്നത്. ഇത് കണ്ടിട്ട് അപ്പൻ്റെ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട എന്തോ തർക്കമാണ്. മക്കൾ 2 പേർക്കും സ്വത്ത് തുല്യമായിട്ട് വീതിച്ച് കൊടുക്കുന്നതിന് പകരം ആർക്കോ ഒരാൾക്ക് കൂടുതൽ കൊടുത്തു. അതിൻ്റെ പേരിൽ 2 പേരും തമ്മിൽ പുരിഞ്ഞടി. അതും മറ്റൊരാളുടെ വീട്ടിൽ, നമ്മുടെ ഫാദറിനെയും മദറിനെയും വീട്ടിൽ വന്ന് വീട്ടിലെ സാധനങ്ങളൊക്കെ അടിച്ചു പൊട്ടിച്ച് നശിപ്പിച്ചു. അങ്ങനെ ഭയങ്കര ബഹളം. ഇവന്മാരുടെ അപ്പനും അമ്മയും, അതായത് സർജനും വൈഫും പിന്നെ നമ്മുടെ ഫാദറും മദറും എല്ലാവരും കൂടെ അവരെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരെ കൊണ്ടൊന്നും ഇവരെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. അങ്ങനെ വലിയ ബഹളത്തിനൊടുവിൽ ഒരുത്തൻ മറ്റവനെ പിടിച്ച് തറയിലടിച്ചു. അവൻ്റെ തലയൊക്കെ പൊട്ടി കയറി ബ്ലഡ് വരുന്നുണ്ട്. രക്ഷപ്പെടാൻ ഒരു സാധ്യതയും കാണുന്നില്ല, മരിച്ചിട്ടുണ്ടാവും. ഉടനടി ഫാദർ ഓടി വന്ന് സ്വന്തം ബ്രദറിനെ ഇപ്പോൾ എടുത്ത് തറയെ കുത്തി ഈ പുള്ളിക്കാരനല്ലേ, അതായത് അടിച്ചവനെ പിടിച്ച് മാറ്റുന്നുണ്ട്. വീണ് കിടക്കുന്നവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും രക്ഷപ്പെടുത്താൻ പറ്റുമോ അറിയത്തില്ല. എന്തായാലും ഇവർ റിസ്ക് എടുക്കാതെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട്. ഫാദറും സർജന്റെയും സർജന്റെ ഭാര്യയുടെയും കൂടെ പോകുന്നുണ്ട്. ഈ ബഹളത്തിനിടെ കാര്യങ്ങൾ തന്റെ കൈവിട്ട് പോയി എന്ന് മനസ്സിലാക്കി ഇവനെ കൊന്നവൻ അല്ലെങ്കിൽ ഇവനെ അടിച്ച് താഴെയിട്ടവൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. പാവം മദറിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എവിടുന്നോ ഒരാൾ വീട്ടിൽ കയറി വന്നു, അടുത്ത ദിവസം അയാളുടെ വൈഫ് വന്നു, പിന്നെ അവരുടെ മക്കൾ വന്നു, അടിയായി ബഹളമായി, ഒരുത്തിനെ കൊന്നു. ഇതെന്തൊക്കെ ഇവിടെ നടക്കുന്നേ?
അല്ലെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വരും. തൊട്ട് മുമ്പ് നടന്ന ബഹളത്തിൽ മദറിന്റെ കയ്യിലും മുഖത്തുമൊക്കെ ബ്ലഡ് പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കളയാനായിട്ട് പുള്ളിക്കാരി അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ വാഷ് ബേസിന്റെ അവിടെ ആയിട്ട് ഒരു ചെറിയ പ്രാണി, ഒരു തിരിയുള്ള പ്രാണി, ഈച്ച പോലെ ഒന്ന്, അത് അവിടെ മരിച്ചു വീഴുന്നത് ഇവള് കാണുന്നുണ്ട്. ശേഷം വീട്ടിൽ അവിടെ എവിടെയായിട്ട് വീണിട്ടുള്ള ബ്ലഡ് എല്ലാം ക്ലീൻ ചെയ്യുന്നു. ഓൾമോസ്റ്റ് ഒരു 99% രക്തത്തിന്റെ കറയൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും 1% മാത്രം ബാക്കി നിൽക്കുന്നുണ്ട്. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ബ്ലഡിന്റെ സ്റ്റെയിൻ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. എത്ര തുടച്ചിട്ടും പോകുന്നില്ല. പിന്നെ ഇടയ്ക്കിടെ നമ്മുടെ മദർ ഭിത്തിക്കുള്ളിലൂടെ മറ്റൊക്കെ കാണാറുള്ള അല്ലെങ്കിൽ ഇവൾ ഇമാജിൻ ചെയ്യാറുള്ള ആ ഒരു ഹൃദയം പതിയെ പതിയെ കളർ മാറുന്നുണ്ട്. ഒരുമാതിരി കറുത്ത കളറിലേക്ക് കുറേശ്ശെ മാറി വരുന്നുണ്ട്. മാത്രമല്ല എത്ര തവണ ഈ പുള്ളിക്കാരി ക്ലീൻ ചെയ്തിട്ടും പോകാതെ ഇരുന്ന ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടല്ലോ, അത് കുറേ വലുതായിട്ട് അത് പതിഞ്ഞിരിക്കുന്ന ആ ഒരു ഫ്ലോറിന്റെ ഭാഗം പതിയെ കുഴിഞ്ഞ് ബ്ലഡ് താഴേക്ക് വീഴുന്നു. ഇവൾ താഴെ ബേസ്മെന്റിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഇട്ടിരിക്കുന്ന ബൾബിലൂടെ ബ്ലഡ് ഊറി ഇങ്ങനെ വരുവാണ്. മാത്രമല്ല കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ആ ബൾബ് പൊട്ടിത്തെറിച്ച് പോകുന്നുണ്ട്. ഇത്തിരി മാത്രം ഉണ്ടായിരുന്ന ബ്ലഡ് സ്റ്റെയിൻ ഇപ്പോൾ കുറേ ആയി ഇങ്ങനെ ഒഴുകി വന്നിട്ട് ബേസ്മെന്റിൽ മൊത്തത്തിൽ അങ്ങ് പടരുവാണ്. അതും ഒരു പ്രത്യേക രീതിയിൽ, ഒരു വാതിലൊക്കെ പോലെ. മദർ ഒരു ചെറിയ കമ്പി എടുത്ത് ആ ബ്ലഡ് പതിയെന്ന് കുത്തി നോക്കുമ്പോൾ ദേ അവിടെ ഒരു വാതിൽ ഓപ്പൺ ആയി വരുന്നു. ഒരുമാതിരി ബങ്കർ സെറ്റപ്പ് പോലെ. ബേസ്മെന്റിനകത്ത് ഇവൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വഴിയൊക്കെ ഉണ്ട്. അതിനുള്ളിൽ നിന്ന് ഒരു തവളയും പുറത്തോട്ട് ചാടി വരുന്നുണ്ട്. മദർ അങ്ങ് പേടിച്ചു പോയി. ഒത്തിരി നാളായിട്ട് ആരും കയറാതെ കിടക്കുന്ന ഒരു ഏരിയ അല്ലേ. തവള മാത്രമല്ല പാമ്പും പഴുതാരയും ഒക്കെ കാണും. ഇതേ സമയം മുകളിൽ നിന്ന് എന്തോ ഒരു ശബ്ദം. ആരോ വീട്ടിൽ വന്നിട്ടുണ്ട്. ആരാണെന്നറിയാൻ ഒരു പേടിയോടെ മദർ മുകളിൽ കയറി ചെല്ലുന്നു. നേരത്തെ ഇവൾക്ക് സർജന്റെ ബാഗിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന നമ്മുടെ ഫാദറിന്റെ ഫോട്ടോ, ആ ഒരു ചിത്രം ആരോ വലിച്ചു കയറി അവിടെ ഇട്ടിട്ടുണ്ട്. ആരാണെന്ന് മനസ്സിലായില്ലേ? സ്വന്തം ബ്രദറിനെ കൊന്ന സർജന്റെ മകനില്ലേ, അവൻ തന്നെ. നേരത്തെ ആ ബഹളം ഉണ്ടായപ്പോൾ ഇവന്റെ സാധനങ്ങൾ എന്തൊക്കെയോ ഈ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അത് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പൊ മദറിനെ കണ്ടപ്പോൾ അവർ നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോയല്ലേ, നിനക്കേ മനസ്സിലാക്കാൻ പറ്റൂ. ഇത്രയും മാത്രം പറഞ്ഞിട്ട് അവൻ അവന്റെ സാധനം എടുത്ത് തിരികെ പോയി. മദർ ഓടി ചെന്ന് 911 കോൺടാക്ട് ചെയ്ത് ഇക്കാര്യം അറിയിക്കാൻ തുടങ്ങുമ്പോഴാണ് ഫാദർ തിരികെ വീട്ടിലോട്ട് വരുന്നത്. അദ്ദേഹത്തെ കണ്ടപ്പോഴാണ് ഇവൾക്കൊന്ന് ആശ്വാസമാവുന്നത്. പുള്ളിക്കാരൻ ഓൾറെഡി ഈ സംഭവിച്ച കാര്യങ്ങളൊക്കെ പോലീസിനെ അറിയിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ദെൻ ആ ബ്ലഡ് സ്റ്റെയിൻ കിടക്കുന്ന അവിടെ ആ ബ്ലഡ് സ്റ്റെയിൻ കാണാൻ പറ്റാത്ത രീതിയിൽ മദർ അവിടെ ഒരു മാറ്റി വിരിച്ചു. ശേഷം ഫാദറും മദറും രാത്രി കിടന്നുറങ്ങുവാണ്. ഈ സമയത്ത് താണ്ടെ കുറേ ആളുകൾ ബ്ലാക്ക് ഡ്രസ്സൊക്കെ ധരിച്ച് ഇവരുടെ വീട്ടിലോട്ട് വരുന്നു. മദറിനൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്നാൽ ഫാദറിന് ഇക്കാര്യം നേരത്തെ അറിയായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മരിച്ച പയ്യനുണ്ടല്ലോ, അവന്റെ പേരൻസിന്, അതായത് നമ്മുടെ സർജനും പുള്ളിക്കാരന്റെ വൈഫിനും വീടെന്ന് പറയാനായിട്ടൊന്നുമില്ല. അവർക്ക് പോകാൻ വേറെ സ്ഥലമില്ല. സോ മകൻ നഷ്ടപ്പെട്ട അവരുടെ ആ ഒരു വിഷമത്തിൽ അവരുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഒത്തുകൂടാനും അവരെ ആശ്വസിപ്പിക്കാനും ഇവരുടെ ഈ വീട് യൂസ് ചെയ്യാമെന്ന് നമ്മുടെ ഫാദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി, അവർക്ക് പോകാൻ വേറെ സ്ഥലമില്ലാത്തതുകൊണ്ടല്ലേ ഒരു 5-10 ആൾ വല്ലതും കാണുമെന്ന് കരുതി ഹീറോയിനും ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവള് പ്രതീക്ഷിച്ച പോലെയല്ല. 5-10 ഒന്നുമല്ല, കുറേ ആളുകൾ വരുന്നുണ്ട്. ഇങ്ങനെ വരുന്നവരൊക്കെ ഒരു മര്യാദയില്ലാത്ത പെരുമാറ്റം. നമ്മുടെ ഹീറോയിനാണെങ്കിൽ എല്ലാ കാര്യവും ക്ലീൻ ആയിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം എന്നുണ്ടല്ലോ. വരുന്നവരും പോകുന്നവരും തോന്നിയിടത്തൊക്കെ കയറിയിരിക്കുക. പ്രത്യേകിച്ച് കിച്ചണിലൊക്കെ ചെന്ന് അവിടുത്തെ സിങ്കിലൊക്കെ കയറിയിരിക്കുക. ഹീറോയിൻ പറയുന്നുണ്ട് സിങ്കിൻ്റെ അവിടുന്ന് മാറി അവിടെ ഇരിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. സാധനങ്ങളൊക്കെ തള്ളിയിട്ട് പൊട്ടിക്കുന്നുണ്ട്. ചിലരാവട്ടെ ഒരു മര്യാദയും കൂടാതെ ഇവരുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു റൂമിൽ കയറി സെക്സ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ വന്നവരും നിന്നവരും പോയവരും എല്ലാം ഒരേ ടൈപ്പ് തന്നെ. മറ്റൊരാളുടെ വീട്ടിൽ കടന്നു കയറി അവർക്ക് തോന്നുന്ന പോലെയൊക്കെ ഓരോന്ന് ചെയ്തു വെക്കുന്നു. ഇവിടെ നിന്നൊക്കെയാണോ ആൾ കയറി വരുന്നത്? സ്വസ്ഥമായിട്ട് ആ ഒരു യെല്ലോ പൗഡർ, ആ ഒരു പെയിൻ കില്ലർ യൂസ് ചെയ്യാൻ പോലും ഇവിടെ സമ്മതിക്കുന്നില്ല. അതിപ്പോൾ യൂത്ത് ഏജിലുള്ള ഓരോ പ്രായമായിരുന്നു, അങ്ങനെയൊന്നും ഡിഫറൻസ് ഇല്ല. എല്ലാവരും ഒരേപോലെ ബുദ്ധിമുട്ടിക്കുന്നു. പെർമിഷൻ കൂടാതെ ഇവളുടെ വീട് പെയിന്റ് ചെയ്യുക. ഇവളാണെങ്കിൽ നല്ല കളേഴ്സ് യൂസ് ചെയ്ത് കുറച്ച് മനോഹരമായിട്ടുള്ള രീതിയിൽ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഇവരാവട്ടെ തോന്നിയ കളേഴ്സൊക്കെ എടുത്തടിച്ച് വീട് മൊത്തം ഒരുമാതിരി കോലത്തിലാക്കുന്നുണ്ട്. എത്ര പറഞ്ഞാലും സിംഗിൾ ഇരുന്ന് തന്നെ സംസാരിക്കണമെന്ന് നിർബന്ധമുള്ള കുറേ ആളുകൾ. സിംഗിൽ നിന്നിറങ്ങി അവിടുന്ന് മാറിയിരിക്കാൻ പറഞ്ഞാലും കേൾക്കത്തില്ല. അതിലൊരുത്തൻ ഇത് മദറിന്റെ വീടാണ്, അവളുടെ ഹസ്ബൻഡ് വീടുണ്ടെന്ന് തന്നെ അറിഞ്ഞിട്ടും ഇവളെ ഒരു ഡേറ്റിനൊക്കെ വിളിക്കുന്നുണ്ട്. സിംഗിന്റെ അവിടുന്ന് മാറിയിരിക്കാൻ എത്ര തവണ പറഞ്ഞിട്ടും കേൾക്കാത്ത 2 പേർ അവിടെ തന്നെ കുത്തിപ്പിടിച്ചിരുന്ന് അവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങി അവസാനം അതെല്ലാം കൂടെ പൊട്ടിക്കുന്നുണ്ട്. പൈപ്പെല്ലാം കൂടെ പൊട്ടി ഒത്തിരി വെള്ളമൊക്കെ തെറിച്ച് ഇത്രയും കാലം വൃത്തിയും വെടിപ്പുമായിട്ട് സൂക്ഷിച്ചിരുന്ന വീട് മൊത്തത്തിൽ അലങ്കോലമാക്കി. ഇത്രയൊക്കെ ആയതോടെ മദറിന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു. സഹി കേട്ട് എല്ലാവരെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇവളുടെ ഹസ്ബൻഡിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇന്നീ വീട്ടിൽ എന്തൊക്കെയാ സംഭവിച്ചതെന്ന് നോക്ക്. ഒരാൾ ഇവിടെ കൊല്ലപ്പെട്ടു. അതിനുശേഷം ഇത്രയും ആളുകൾ വന്ന് പറഞ്ഞു ഒന്നും കേൾക്കാതെ ആകെ മൊത്തം ബഹളമാക്കി അലങ്കോലമാക്കി. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നതിനിടെ ഇവളുടെ ഹസ്ബൻഡ് ഇവളെ ഒന്നും ശ്രദ്ധിച്ചു പോലുമില്ല. ഇവളെ ഒരുമാതിരി ഉപേക്ഷിച്ച മട്ടായിരുന്നു പുള്ളിക്കാരനൊക്കെ പറഞ്ഞ് അങ്ങേരോട് ദേഷ്യപ്പെട്ടു. ഇത്രയും നാളായിട്ട് ഇവർക്ക് കുട്ടികളില്ലാത്തത് പോലും ഇദ്ദേഹത്തിന് ഉള്ളിൽ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് എന്നുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരി സംസാരിച്ചതോടെ ഫാദർ ഇവളെ കിസ് ചെയ്തു. പിന്നങ്ങോട്ട് അവർക്കിടയിൽ എന്തൊക്കെയോ സംഭവിച്ചു. എന്തായാലും അതിനുശേഷം പ്രഗ്നന്റ് ആയ മദറിനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതോടെ ഫാദറിന്റെ പ്രശ്നങ്ങൾ മാറുന്നുണ്ട്. അദ്ദേഹത്തിന് കഥ എഴുതാൻ പറ്റുന്നുണ്ട്. നല്ല കാര്യം. അതായത് ഇവരുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുക, ഇനി കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കണ്ടീഷൻ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മദർ അവൾ യൂസ് ചെയ്തിരുന്ന ആ ഒരു മഞ്ഞപ്പൊടി അത് മൊത്തം എടുത്ത് കളയുന്നുണ്ട്. ഇനി അതിന്റെ ആവശ്യമില്ലല്ലോ. ഇപ്പോൾ വളരെ സമാധാനമായിട്ട് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇതുപോലെ അങ്ങ് മുന്നോട്ട് പോയാൽ മതി. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു പോയി. ഫാദർ സ്റ്റോർ ഫിനിഷ് ചെയ്തു. മദറിന് അത് ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. ബിക്കോസ് ഇവരുടെ ലൈഫ് തന്നെയാണ് അദ്ദേഹം അതിൽ എഴുതിയിരിക്കുന്നത്. ഫാദറിന്റെ ലൈഫിൽ ഒരു വലിയ തീപിടുത്തം ഉണ്ടായി എല്ലാം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. വീടെല്ലാം കത്തി നശിച്ച് എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്നും ഫാദറും മദറും കൂടി ഒരുപാട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് വീണ്ടും എല്ലാം മനോഹരമാക്കി മാറ്റിയതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ഗ്ലിംസ് തന്നാണ് അദ്ദേഹം എഴുതിയ കഥ എന്താണെന്ന് കാണിക്കുന്നത്. കഥ എന്താണെന്ന് ക്ലിയർ ആയിട്ട് കാണിക്കുന്നില്ല, ചെറിയൊരു സൂചന മാത്രം. പ്രതീക്ഷിച്ച പോലെ നമ്മുടെ ഫാദറിന്റെ പബ്ലിഷർക്കും കഥ ഒരുപാട് ഇഷ്ടപ്പെട്ടു. കഥ ഹിറ്റാവുന്ന യാതൊരു സംശയവും ഇല്ല. ഇങ്ങനെയൊക്കെ എല്ലാം ബെറ്റർ ആവാൻ പോകുന്നു എന്ന് സൂചന കിട്ടിയപ്പോഴാണ് പിന്നെ ഒരു പ്രശ്നം വരുന്നത്. കുറേ മാസങ്ങൾക്ക് മുമ്പുണ്ടായ പ്രശ്നങ്ങളൊക്കെ കാരണം ഇവരുടെ വീട്ടിൽ വന്ന ഒരു ബ്ലഡ് സ്റ്റെയിൻ, ഹീറോയിനകത്ത് എത്ര തുടക്കുന്നുണ്ടായിരുന്നെങ്കിലും ആ ബ്ലഡ് സ്റ്റെയിൻ പോകുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ അവിടെയുള്ള പലകയൊക്കെ മാറ്റി പുതിയ പലകയൊക്കെ അവിടെ സെറ്റ് ചെയ്തിരുന്നു. ബ്ലഡ് സ്റ്റെയിൻ ഒക്കെ പൂർണ്ണമായും മാറ്റിയിരുന്നു. എന്നാൽ സർപ്രൈസിംഗ്ലി ഇപ്പോൾ താണ്ടെ വീണ്ടും ആ ബ്ലഡ് സ്റ്റെയിൻ തിരിച്ചു വന്നേക്കുന്നു. ഇത് എന്ത് തരത്തിലുള്ള മന്ത്രമാണിത്? ഇതെന്ത് ഇങ്ങനെയൊക്കെ? ഇങ്ങനെ വീണ്ടും ബ്ലഡ് സ്റ്റെയിൻ വരാനുള്ള യാതൊരു സാധ്യതയുമില്ല. പലക മൊത്തത്തിൽ മാറ്റിയതല്ലേ. പക്ഷേ ഇപ്പതാ പിന്നെയും ഇങ്ങനെയൊക്കെ തന്നെ. ഇതൊരു അപകട സൂചനയായിരുന്നു. കാരണം ഫാദറിന്റെ കഥ ഇപ്പോൾ ഹിറ്റായല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒത്തിരി ആരാധകർ ഇവരുടെ വീട്ടിലോട്ട് വരുന്നുണ്ട്. മുമ്പ് കുറേ ആളുകൾ ഇവരുടെ വീട്ടിൽ
വീട്ടിൽ വന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ അറിയാലോ. ആളുകളോട് പറഞ്ഞാൽ കേൾക്കത്തില്ല, അവർക്ക് തോന്നുന്ന പോലെയാണ് അവർ ഓരോന്ന് ചെയ്യുന്നത്. ഇപ്പോഴും അതുപോലൊക്കെ തന്നെ ഇവിടെ വരുന്ന ഈ ഫാദറിന്റെ ഫാൻസ് അവർ തോന്നുന്ന പോലെ വീടിനകത്ത് കയറി ഓരോന്ന് കാണിച്ചു കൂടുന്നു. മദർ ഫാദറിന് വേണ്ടി ഉണ്ടാക്കി വെച്ച ഫുഡൊക്കെ എടുത്ത് കഴിക്കുകയാണ്. ചിലവന്മാർ വീടിനകത്ത് വന്ന് കയറി ഞാൻ ഇന്ന് രാത്രി ഇവിടെ കിടന്നോളാം എന്ന് പറഞ്ഞ് കിടക്കുന്നു. എന്തൊരവസ്ഥയാണെന്ന് നോക്കിയോണേ. നിറവയറുമായി നിൽക്കുന്ന മദറിന് എന്ത് ചെയ്യാൻ പറ്റും? പുള്ളിക്കാരി ആവുന്നേ പോകുന്നേ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ചെയ്യരുത്, അത് ഞങ്ങളുടെ സാധനമാണ്, അത് എടുക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. ആര് കേൾക്കാൻ? വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തോന്നുന്ന പോലെ എടുത്തുകൊണ്ട് പോവാണ്. അതിപ്പോൾ വിരോടിപ്പുള്ളതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും കൈ കിട്ടുന്നത് എന്താണെങ്കിലും അത് എടുത്തുകൊണ്ട് പോവാണ്. ഇവരുടെ ഈ ആക്രാന്തമൊക്കെ കണ്ട് മദർ പോലീസിനെ വിളിക്കാൻ തുടങ്ങുമ്പോഴോ ഒരുത്തൻ അവിടെ വന്ന് ഫോൺ തന്നെ വലിച്ചിളക്കിക്കൊണ്ട് പോയി. ഫാദർ ആവട്ടെ ഇക്കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല. പുള്ളിക്കാരൻ്റെ ഫാൻസിനെ കണ്ട് അവരോടൊപ്പം സന്തോഷിച്ച് അങ്ങനെ ആ ഒരു മൂഡിലങ്ങ് നിൽക്കുകയാണ്. അതായത് ലിറ്ററലി മദറിനെ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല. ഫാൻസ് ഇദ്ദേഹത്തെ പറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് അതിലങ്ങ് മതിമറന്ന് സന്തോഷിച്ച് നിൽക്കുന്നു. വന്ന് കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവാണ്. ചിലർ ഒരു സൈഡിൽ ഒത്തുകൂടി അവർ ആരെയോ ആരാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. മറ്റൊരു DJ പാർട്ടി, പിന്നെ അവിടെ ഇവിടെയായിട്ട് കുറേ ആളുകൾ തമ്മിൽ അടി ബഹളം. മനഃപൂർവ്വം വീട്ടിലെ സാധനങ്ങളൊക്കെ അടിച്ച് നശിപ്പിച്ചിട്ട് പറയുന്ന ന്യായമോ ഞങ്ങൾ ഇവിടെ വന്നു എന്നുള്ളതിന് തെളിവായതൊക്കെയെന്ന്. മദർ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി വാങ്ങിയിരുന്ന തൊട്ടിൽ പോലും ഈ ആളുകൾ വിടുന്നില്ല, അതുവരെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഓൾസോ മദറിന് പെയിൻ വന്നു. പുള്ളിക്കാരി പ്രസവിക്കാൻ സമയമായി. എങ്ങോട്ടെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് മാറാമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? ചുറ്റിനും ആളുകളല്ലേ. ഫാദർ ഓടി മദറിന്റെ അടുത്ത് വന്ന് പുള്ളിക്കാരിയെ സേഫ് ആയിട്ടൊരു മുറിയിലേക്ക് മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ബട്ട് അതിൽ പുള്ളി പരാജയപ്പെട്ടു പോയി. ഇത്രയും ആളുകൾ നിൽക്കുമ്പോൾ പുള്ളിക്കാരന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇവിടെ നോക്കിയോ കുറേ പോലീസുകാർ കയറി വരുന്നു, ജനങ്ങളുമായിട്ട് അടിയാവുന്നു. വീടിന്റെ ഒരു സെക്ഷനിൽ കുറേ സ്ത്രീകളെ അടിമകളെ പോലെ പിടിച്ചു വെച്ചേക്കുന്നതൊക്കെ മദർ കാണുന്നുണ്ട്. ഇതെന്താണിത്? വീടിനകത്ത് ജയിലാ? ആരാണ് ഇവരൊക്കെ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുന്നത്? അവർ കിടന്ന് അലറി വിളിച്ച് വിഷമത്തോടെ കരയുമ്പോൾ മദർ അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് രക്ഷപ്പെടുത്താൻ സാധിക്കുന്നില്ല. എന്നിട്ടും ചിലവന്മാർ ഓടി വന്ന് മദറിനെ കയറി പിടിക്കുന്നൊക്കെ ഉണ്ട്. പ്രസവവേദന എടുത്ത് നീ ഈ സമയത്ത് പോലും ഉമാർ ആക്രാന്തം. പിന്നെ അങ്ങോട്ട് വലിയ തരത്തിലുള്ള സ്ഫോടനങ്ങൾ, പോലീസും ജനങ്ങളുമായിട്ടുള്ള അടി, പട്ടാളക്കാർ, ചേരി തിരിഞ്ഞ് സമരം ചെയ്യുന്ന കുറേ ആളുകൾ, മാരകായുധങ്ങളുമായിട്ട് എല്ലാം തല്ലി തകർക്കുന്ന കുറേ ആളുകൾ, ഒരു ദയം കൂടാതെ ആളുകളൊക്കെ പിടിച്ചുകൊണ്ട് പോയി കൊന്നു കളയുന്നു. അതും ഒരു ദയം ദാക്ഷിണ്യവും ഇല്ലാതെ ഭയങ്കര മൃഗീയമായിട്ടുള്ള വഴികളിലൂടെയൊക്കെ. തുടരെയുള്ള സ്ഫോടനങ്ങൾ, പട്ടാളക്കാര്, ഗൺ ഫയറിങ്, ഇങ്ങനെയൊക്കെ വലിയ യുദ്ധസമാനമായ അന്തരീക്ഷമുള്ള ഈ വീട്ടിൽ മദറിനെ സഹായിക്കാനായി ഒരു സോൾജിയർ വരുന്നുണ്ട്. എന്നാൽ സഹായിക്കാൻ വന്ന സോൾജിയറിനെ വേറെ ആരോ വെടിവെച്ച് കൊന്നു കളഞ്ഞു. കൃത്യം ഈ ഒരു ടൈമിൽ ഫാദർ മദറിനെ കണ്ടെത്തി. എത്രയും വേഗം മദറിനെ സേഫ് ആയിട്ട് എങ്ങോട്ടേലും മാറ്റണമല്ലോ. ഇപ്പോഴത്തെ ഇവരുടെ വീടിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ യുദ്ധമൊക്കെ കഴിഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജനങ്ങൾ, ലൈക്ക് ഈ യുദ്ധത്തിൽ വീടും കൂടിയൊക്കെ നഷ്ടപ്പെട്ട് ഉപേക്ഷിക്കപ്പെട്ടവരായി ജീവിക്കേണ്ടി വരുന്ന ജനങ്ങളില്ലേ, അത്തരത്തിലുള്ള അവസ്ഥയിലാണ് ഇവിടെയുള്ള കുറേ ജനങ്ങൾ. ഫാദറിനെ കണ്ടപ്പോൾ ഞങ്ങളെ സഹായിക്കൂ എന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ ഇദ്ദേഹത്തിന്റെ അടുത്തോട് ഓടി വരുന്നുണ്ട്. അവരിൽ നിന്നൊക്കെ ഒരു വിധത്തിൽ മദറിനെയും അവിടുന്ന് രക്ഷപ്പെടുത്തി വീട്ടിലുള്ള ഒരു മുറിയിൽ കയറ്റി. ഭാഗ്യത്തിന് ആ മുറിയിൽ ആരും ഇല്ലായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് നമ്മുടെ മദർ പ്രസവിക്കുവാണ്. അറ്റ് ലാസ്റ്റ് ഇത്രയധികം പ്രശ്നങ്ങൾ ഈ വീട്ടിൽ സംഭവിച്ചെങ്കിലും ഒടുക്കം ഇവർക്ക് ഒരു ആൺകുട്ടി ഉണ്ടായി. ഇരുവർക്കും ഒരുപാട് സന്തോഷമായി. എന്നാൽ ഇപ്പോഴും വലിയൊരു പ്രശ്നമുണ്ട്. ഈ റൂമിന് പുറത്ത് നിൽക്കുന്ന ജനങ്ങൾ. ഫാദർ പതിയെ ഡോർ തുറന്നു നോക്കിയപ്പോൾ ആ ജനങ്ങൾ കുഞ്ഞിന് വേണ്ടി ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. കുറച്ച് പഴങ്ങളും കുടിക്കാൻ വെള്ളമൊക്കെയാണ്. വാട്ട് എവർ ഇറ്റ് ഈസ്, സമ്മാനം തന്നെയാണ്. ഇദ്ദേഹം അത് വാങ്ങി. ഇപ്പോൾ അവരെല്ലാം കുഞ്ഞിനെ കാണാൻ കാത്തു നിൽക്കുവാണ്. മദറിനാണെങ്കിൽ തന്റെ കുഞ്ഞിനെ അവരെ കാണിക്കുന്നതിൽ ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഫാദർ ജനങ്ങളോട് ഇവിടെ കാത്തു നിൽക്കേണ്ട, തിരിച്ചു പോക്കോളാൻ പറയാൻ ചെന്നപ്പോൾ അവരവട്ടെ വീണ്ടും കുറേ ഗിഫ്റ്റൊക്കെ ഇവർക്ക് കൊടുത്തു. മദറിന് വേണ്ടി പുതിയ ഡ്രസ്സൊക്കെ കൊടുത്തു. കുഞ്ഞിനെ കണ്ടിട്ടേ തങ്ങൾ പോകുന്ന മട്ടിലാണ് ജനങ്ങൾ. അതുകൊണ്ട് തന്നെ ഫാദറിന്റെ മനസ്സ് മാറി. ജസ്റ്റ് കുഞ്ഞിനെ അവരെ ഒന്ന് കാണിച്ചു കൊടുത്തേക്കാമെന്ന് പുള്ളിക്കാരൻ തീരുമാനിച്ചെങ്കിലും മദർ സമ്മതിക്കുന്നില്ല. അല്ല പിന്നെ അമ്മ പറയുന്നതിൽ കാര്യമില്ലേ, ഇവിടെ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വലിയ തരത്തിലുള്ള യുദ്ധങ്ങൾ വരെ വീടിനകത്ത് നടന്നു. ഇത്രയൊക്കെ അലമ്പാക്കിയിട്ടും ഒരു നാണോ മാനോ ഇല്ലാതെ പിന്നെയും കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞ് നിൽക്കാൻ ഉളുപ്പില്ലേ? മദർ അവളുടെ തീരുമാനത്തിൽ ഉറച്ചു നിന്നതോടെ ഫാദർ കലിപ്പിലായി. ഫാദറിന് ജനങ്ങളെയും വേണം, ഇദ്ദേഹത്തിന്റെ ഫാൻസിനെയും വേണമെന്നാണ് അങ്ങനെ പറയുന്നത്. കുറേ സമയം ഫാദർ ഇമാതിരി കലിപ്പ് ലുക്കിൽ നോക്കിയിരുന്നു. കുറച്ചങ്ങോട്ട് കഴിഞ്ഞതും മദർ ഉറങ്ങിപ്പോയി. ഈ സമയത്ത് മദറിന്റെ അടുത്തൊന്നും കുഞ്ഞിനെ എടുത്ത് ഇങ്ങനെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല ജനങ്ങളുടെ കയ്യിൽ കൊച്ചിനെ കൊടുക്കുകയും ചെയ്തു. ജനങ്ങൾ കുഞ്ഞിനെ ഒത്തിരി റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. കുഞ്ഞിനെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ഒരുപാട് ആളുകൾ കുഞ്ഞിനെ ഒന്ന് തൊടാനെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് അങ്ങനെ അതിനുവേണ്ടി ശ്രമിക്കുന്നൊക്കെയുണ്ട്. മദർ ഒരു വിധത്തിൽ ഇവരെയൊക്കെ തള്ളി മാറ്റി എങ്ങനെയെങ്കിലും കൊച്ചിനെ വാങ്ങാനായിട്ട് അങ്ങനെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചതാ ഇതാണ്. ഫാദർ ഈ ജനങ്ങളെ ഏൽപ്പിച്ച കൊച്ചിനെ ജനങ്ങൾ കൊന്നു കളഞ്ഞേക്കുന്നു. ഒരുമാതിരി ബലിയൊക്കെ കൊടുക്കുന്ന സെറ്റപ്പ്. ഇങ്ങനെ ബലിയാക്കിയെന്ന് മാത്രമല്ല, ബലിയാക്കിയിട്ട് ഈ കൊച്ചിന്റെ ശരീരം പലരും എടുത്ത് തിന്നുന്നുണ്ട്. ദേഷ്യം വന്ന മദർ അവിടെ കിടന്ന ഒരു കണ്ണാടി പീസ് എടുത്ത് തന്റെ കുഞ്ഞിനെ കൊന്നു തിന്നവരെയൊക്കെ കുത്തുകയും വെട്ടിമുറിവേൽപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്തതോടെ ജനങ്ങൾ ഇവൾക്കെതിരെ തിരിഞ്ഞു. ഇവളെ തറയിലിട്ട് അടിച്ച് ചവിട്ടി കൂട്ടുന്നുണ്ട്. ഒരു വിധത്തിൽ ഫാദർ അവരെയൊക്കെ തള്ളി മാറ്റി മദറിന്റെ അടുത്ത് വന്ന് മദറിനെ ആശ്വസിപ്പിക്കുന്നു. തന്റെ കുഞ്ഞിന് ഈ അവസ്ഥ വരാൻ കാരണം ഫാദർ അല്ലേ, അതിന്റെ പേരിൽ മദർ അങ്ങേരോടും ദേഷ്യപ്പെടുന്നുണ്ട്. ഓൾസോ പുള്ളിക്കാരി ഇടയ്ക്കിടെ കാണാനുള്ള ആ ഒരു വിഷൻ, ആ ഒരു ഹേർട്ട് പോലെ ചലിക്കുന്ന വസ്തു, അത് പൂർണ്ണമായും ചലിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലെത്തി ഒരുമാതിരി കരിഞ്ഞുണങ്ങി അങ്ങനെ അങ്ങ് കട്ട പിടിച്ചു പോകുന്നുണ്ട്. അതായത് ആ ഹൃദയത്തിന്റെ ചലനം നിന്നു, അത് പൂർണ്ണമായും ഇല്ലാണ്ടായി. ഇപ്പൊ അത് വെറും ഒരു കല്ല് പോലെ മാത്രമായി. ആ ഒരു അമർഷത്തിൽ മദർ അലറി വിളിച്ചതും ഇവരുടെ ഈ വീട് പിളർന്നു മാറുന്നുണ്ട്. സകലതും നശിപ്പിക്കാൻ മദർ തീരുമാനിച്ചിരിക്കുന്നു. അതിനുവേണ്ടി അവൾ യൂസ് ചെയ്യുന്നതോ ആ സർജന്റെ ലൈറ്റർ. സർജൻ ഇവിടെ വന്ന ആദ്യ ദിവസം അങ്ങേര് ഒരുപാട് സ്മോക്ക് ചെയ്തതിനെ തുടർന്ന് മദർ അങ്ങേറെ ലൈറ്റർ തള്ളി താഴെ ഇടുന്നുണ്ടായിരുന്നല്ലോ. ലൈറ്ററും കൊണ്ട് നേരെ ബേസ്മെന്റിൽ ഇറങ്ങി ചെന്ന് അവിടുത്തെ വാതിൽ തുറന്നു. നേരത്തെ ഒരു തവളയൊക്കെ ഇറങ്ങി വന്നില്ലേ, ഒരുപാട് നാളുകളായിട്ട് ആരും തുറക്കാതിരുന്ന വാതിൽ, ആ വാതിൽ തുറന്ന് അതിനുള്ളിലുള്ള ഒരു ടാങ്ക് പൊട്ടിക്കുന്നുണ്ട്. ആ ടാങ്കിനകത്ത് എണ്ണയായിരുന്നു. എന്താണ് മദറിന്റെ ഉദ്ദേശം എന്ന് പിടികിട്ടിയല്ലോ. ലൈറ്റർ കത്തിച്ച് ഈ എണ്ണയിലോട്ട് അങ്ങിട്ടേക്കാം, അതാകുമ്പോൾ വീട് മൊത്തത്തിൽ കത്തി നശിക്കും. അങ്ങനെ സകലതും കത്തിച്ച് ചാമ്പലാക്കി. വീടും വീട്ടിലുള്ള ആളുകളും എല്ലാവരെയും ഇല്ലാണ്ടാക്കി. ഈ സീനാണ് കഥയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടത്. വലിയ തീക്കുള്ളിൽ ചുറ്റുപാടും തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് നിൽക്കുന്ന ഒരാളെ, അത് മദർ തന്നെയായിരുന്നു. സകലതും നശിപ്പിച്ച് നിൽക്കുന്ന മദറിനെയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ വീടും വീട്ടിലുള്ള ആളുകൾ എല്ലാവരും മരിച്ചെങ്കിലും ഫാദറും മദറും മരിച്ചിട്ടില്ലെങ്കിലും ഇവിടെ മദറിന്റെ ശരീരമൊക്കെ പൊള്ളി ഇളകി വല്ലാത്തൊരു അവസ്ഥയിലായിട്ടുണ്ട്. ബട്ട് ലുക്ക് അറ്റ് ഫാദർ, പുള്ളിക്കാരന് യാതൊരു പ്രശ്നവുമില്ല. പുള്ളിക്കാരൻ ഇട്ടിരുന്ന
ഡ്രസ്സസ് പോലും അതുപോലൊക്കെ തന്നെയുണ്ട്. മരണത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന മദറിനെ കയ്യിലെടുത്ത് ഞാൻ നിന്നെ തുടക്കത്തിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് ഫാദർ പറയുന്നുണ്ട്, ദ ബിഗിനിങ്ങിലേക്ക്. മദറിനെ ഒരിടത്ത് കിടത്തി പുള്ളിക്കാരുടെ ചെസ്റ്റിന്റെ ഭാഗം തുറന്ന് അതിനുള്ളിൽ നിന്ന് അവളുടെ ഹൃദയം പുറത്തെടുത്തു. പലപ്പോഴായി നമ്മൾ മദറിന്റെ ഇമാജിനേഷനിലൂടെ കണ്ടുകൊണ്ടിരുന്ന ആ ഹൃദയം അത് മദറിന്റെ ഹൃദയം തന്നെയാണ്. ഇപ്പോൾ ആ ഹൃദയം ചലനശേഷിയില്ലാതെ ഒരു കല്ല് പോലത്തെ അവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഫാദർ ആ ഹൃദയം ഒന്ന് തുടച്ചു മിനുക്കി എടുക്കുമ്പോൾ അത് വളരെ മനോഹരമായ ഒരു രത്നമായി മാറി. നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ടില്ലായിരുന്നോ ഫാദർ ആ ക്രിസ്റ്റൽ അങ്ങനെ കൊണ്ടുവെക്കുമ്പോൾ വീടൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയി മാറുന്നത്. ഇപ്പോൾ അത് തന്നെയാണ് സംഭവിക്കുന്നത്. വീടെല്ലാം വളരെ മനോഹരമായി മാറി. എങ്ങനെയാണോ ഇതെല്ലാം തുടങ്ങിയത് അതേ അവസ്ഥയിലേക്ക് തന്നെയാവുന്നു. ഇതാണ് ഫാദർ പറഞ്ഞത് ബിഗിനിങ്ങിലേക്ക് തിരിച്ചു പോവാണെന്ന്. ഇതാ കണ്ടില്ലേ, ഇവരുടെ വീടും ചുറ്റുപാടും ഒക്കെ വളരെ മനോഹരമായി പഴയ പോലെ തന്നെയായി മാറി. ആൻഡ് നമ്മുടെ മദർ എഴുന്നേറ്റ് വരുന്നു. പഴയ രൂപത്തിലല്ല, പുതിയ രൂപത്തിൽ, പുതിയ മദർ, അല്ലെങ്കിൽ അതേ മദർ തന്നെ പുതിയ രൂപത്തിലും ഭാവത്തിലും എഴുന്നേറ്റ് വരുന്നത് കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത്. ഇനി ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലാക്കാം. ഞാൻ കഥ പറഞ്ഞു വന്നപ്പോൾ തന്നെ അവിടെ ഇവിടെയായിട്ട് ചെറിയ ചില ഹിൻസൊക്കെ ഇട്ടിരുന്നു. അതിൽ നിന്ന് കഥ മനസ്സിലായിട്ടുള്ളവരുണ്ടാവാം, മനസ്സിലായിട്ടില്ലാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയുന്നതിനകത്ത് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ദയവ് ഇത് കമൻറ്റ് ചെയ്തറിയിക്കുക. യഥാർത്ഥത്തിൽ ഈ സ്റ്റോറി ബൈബിളിനകത്ത് പറയുന്ന സ്റ്റോറിയാണ്. പുതിയ ആകാശം പുതിയ ഭൂമി ഇങ്ങനെ ഒരു ടേം ബൈബിളിൽ പറയുന്നുണ്ട്. എല്ലാം കത്തി നശിച്ച് എല്ലാം അവസാനിച്ചതിന് ശേഷം പുതിയൊരു ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകുമെന്ന് പറയുന്ന പോലെ ഇതെല്ലാം ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ കഥയിൽ നമ്മൾ ഫാദർ എന്ന് വിളിച്ച വ്യക്തിയാണ് ദൈവം, ഗോഡ്. മദർ എന്നത് പ്രകൃതിയാണ്, നേച്ചർ, മദർ നേച്ചർ. ഇവർ താമസിക്കുന്ന ആ ഒരു വീടാണ് ഭൂമി. സിനിമയിലുടനീളം ഈ ഭൂമിയിൽ അല്ലെങ്കിൽ അവരുടെ ആ വീട്ടിൽ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളപ്പോഴും ഏതൊരവസ്ഥയിലും മദർ കാലിൽ ചെരിപ്പിടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. വീടിനുള്ളിൽ ഒരു തവണ പോലും മദർ ചെരുപ്പ് ഉപയോഗിച്ച് കണ്ടിട്ടില്ല. കാരണം മദർ നേച്ചറാണ്. ആൻഡ് തുടക്ക ഭാഗത്ത് ആ സർജന്റെ പുറത്തെ മുറിവ് നമ്മൾ കണ്ടിരുന്നല്ലോ. ആ മുറിവ് ഉണ്ടാക്കിയത് ഗോഡാണ്, അതായത് ഫാദർ തന്നെയാണ്. എന്തിനെന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യയിലൂരി അദ്ദേഹത്തിന്റെ ഭാര്യയെ ഉണ്ടാക്കാൻ. ആ മുറിവ് കണ്ടതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടിലോട്ട് വരുന്നുണ്ട്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? സർജൻ എന്ന വ്യക്തിയാണ് ആദം, ആദ്യത്തെ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ഭാര്യ ഏവ അല്ലെങ്കിൽ ഹൗവ, ദൈവം നേരിട്ട് സൃഷ്ടിച്ച ആദ്യത്തെ മനുഷ്യർ. മദർ വീടിനുള്ളിൽ എങ്ങും ചെരുപ്പിട്ട് നടക്കുന്നില്ല എന്നുള്ളതല്ലാതെ മദർ നേച്ചറാണെന്ന് കാണിക്കാൻ വേറൊരു കാര്യം കൂടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മദറിന്റെ ഹെയർ ആണ്. മദറിന്റെ മുടി ഒരു പ്രത്യേക ഡിസൈനിൽ ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്നത് കാണാം. മദറിനാണെങ്കിൽ എല്ലാ കാര്യവും ക്ലീൻ ആയിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം എന്നൊരു നിർബന്ധമുണ്ട്. എല്ലാം വളരെ വൃത്തിമേനായിട്ടിരിക്കണം എന്നൊരു നിർബന്ധമുണ്ട്. അതങ്ങനെയാണ്. പ്രകൃതിയെല്ലാം അതിൻ്റെതായിട്ടുള്ള മനോഹാരിതയിൽ സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നു. ദെൻ ഒരു പോയിന്റിൽ ക്ലോസറ്റിൽ കണ്ട പ്രാണി. ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, മോശയുടെ കാലത്ത് ഫറവോന്റെ നാട്ടിൽ ദൈവം കുറേ അനർത്ഥങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതിലൊന്നാണ് ദൈവം നഗരം മുഴുവൻ നശിപ്പിക്കാൻ, അതായത് ഫറവോന്റെ ദേശം മുഴുവൻ നശിപ്പിക്കാൻ പ്രാണികളെ അയച്ചത്. പിന്നെ ദൈവത്തിന്റെ മുറിയിൽ സൂക്ഷിച്ചിരുന്ന രത്നം. അതെന്താണെന്ന് വെച്ചാൽ, ആദാനും ഹവ്വയ്ക്കും ജീവിക്കാനായിട്ട് ദൈവം ഏദൻ തോട്ടമൊക്കെ കൊടുത്തു കഴിഞ്ഞ് അവിടെയുള്ള ഒരു വൃക്ഷത്തിന്റെ ഫലം മാത്രം അവർ കഴിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഫലമായിട്ടാണ് ഇവിടെ ആ ക്രിസ്റ്റലിനെ കാണിക്കുന്നത്. എപ്പോഴാണോ ആദമും ഈവും കൂടെ ആ ക്രിസ്റ്റൽ എടുത്തത് അപ്പോൾ അവർക്ക് തിരിച്ചറിവുണ്ടായി. അവർ ആ ക്രിസ്റ്റൽ എടുത്ത് താഴെയിട്ട് നശിപ്പിച്ച് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടുള്ള സീനിൽ നമ്മുടെ ഹീറോയിൻ അവരുടെ റൂമിലോട്ട് ചെല്ലുമ്പോൾ അവർ രണ്ടാളും അവിടെ നിന്ന് സെക്സ് ചെയ്യുന്നതാണ് നമ്മുടെ മദർ കണ്ടത്. ക്രിസ്റ്റലിൽ തൊട്ട് കഴിഞ്ഞപ്പോഴാണ് ഇരുവർക്കും ഇത്തരത്തിലുള്ള വികാരങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതായത് ആദമിനും ഹവ്വയ്ക്കും എങ്ങനെ തിരിച്ചറിവുണ്ടായോ അതുപോലെ ഇവർക്കും തിരിച്ചറിവുണ്ടായി. ദെൻ മദർ ഇടയ്ക്കിടെ കുടിക്കാറുള്ള ആ ഒരു യെല്ലോ പൗഡർ, എപ്പോഴൊക്കെ കാര്യങ്ങൾ കൈവിട്ട് പോകുന്നു എന്നൊരു അവസ്ഥയിലെത്തുന്നു അപ്പോഴൊക്കെ മദർ ഈ പൗഡർ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ പ്രഗ്നന്റ് ആയ സമയത്ത് പുള്ളിക്കാരി ഈ പൗഡർ ഉപേക്ഷിച്ച് കളയുന്നുണ്ടായിരുന്നു. കാരണം മദറിന് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ജീസസ് ക്രൈസ്റ്റ് ആണ്. ജീസസ് ക്രൈസ്റ്റിനെ രക്ഷകനായിട്ടാണ് സൂചിപ്പിക്കുന്നത്. രക്ഷകൻ വരാൻ പോകുമ്പോൾ ഇനിയിപ്പോൾ ഈ പൊടിയുടെ ആവശ്യമൊന്നുമില്ലല്ലോ. മദർ നേച്ചറിനെയും ഭൂമിയെയും എല്ലാം സംരക്ഷിക്കാൻ രക്ഷകൻ വരുമല്ലേ. ദെൻ പിന്നീട് ഒരു സീനിൽ സർജന്റെ ഭാര്യ ഗ്രീൻ ബ്രായും ധരിച്ചുകൊണ്ട് നമ്മുടെ മദറിന് മുന്നിൽ വരുന്നുണ്ടായിരുന്നു. ഇവിടെ ഉദ്ദേശിക്കുന്നത് തിരിച്ചറിവായതിനു ശേഷം, അതായത് ആദത്തിനും ഈവനും തിരിച്ചറിവ് കിട്ടിയതിന് ശേഷം ദൈവം അവരുടെ മുന്നിൽ വന്നപ്പോൾ അവരുടെ പ്രൈവറ്റ് പാർട്സ് പച്ചിലകൾ യൂസ് ചെയ്ത് മറച്ചു എന്ന് പറയുന്നുണ്ട്. അത് റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ് ഈ പുള്ളിക്കാരി ഇവിടെ പച്ച ബ്രായം ധരിച്ചുകൊണ്ട് വന്നത്. ദെൻ ആദമിനും ഈവനും 2 ആൺമക്കളാണ്. അവർ തമ്മിലുള്ള തർക്കം, അത് ഒരാളെ കൊല്ലുന്ന അവസ്ഥ വരെ എത്തുന്നു. ഇതൊക്കെ ബൈബിളിലെ ആ ഒരു ഇനീഷ്യൽ പാർട്ടിലുള്ള സ്റ്റോറിയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓൾസോ മദർ ബ്ലഡ് ക്ലീൻ ചെയ്തിട്ടിരുന്ന സമയത്ത് ഒരു ഈച്ച അവിടെ മരിച്ചു വീഴുന്ന പുള്ളിക്കാരി കാണുന്നുണ്ടായിരുന്നു. അതും മോശയുടെ കാലത്ത് പ്രാണികൾ പെറ്റുപെരുകുന്നു എന്ന് പറഞ്ഞതിന്റെ ഒരു റെഫറൻസ് ആണ്. ദെൻ എത്ര തുടച്ചിട്ട് പോകാത്ത ആ ഒരു ബ്ലഡ് സ്റ്റെയിൻ, അത് അവൾ എത്ര തവണ ആഞ്ഞു തുടച്ചിട്ടും അത് പോകുന്നില്ല, പകരം ബ്ലഡ് കൂടി വന്നു. ഇതും ബൈബിളിലെ ബ്ലഡ് റിവറുമായിട്ട് കണക്ട് ആവുന്നുണ്ട്. മാത്രമല്ല ഈ ബ്ലഡ് താഴെ ബേസ്മെന്റിൽ ബൾബിൽ ചെന്ന് പറ്റുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിലൂടെ ഭൂമി അവസാനത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ, അതായത് ലോകാവസാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ സൂര്യൻ ചുവന്ന നിറത്തിൽ വരുമെന്ന് ബൈബിളിൽ പറയുന്ന ഒരു പോർഷനുമായിട്ട് കണക്ട് ആവുന്നുണ്ട്. ഇവിടെ ആ ഒരു മഞ്ഞ ബൾബിനെ സൂര്യനായിട്ട് കൺസിഡർ ചെയ്താൽ അതിൽ ബ്ലഡ് പറ്റി കഴിയുമ്പോൾ അത് രക്തനിറത്തിൽ ഇങ്ങനെ തിളങ്ങുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഭൂമി അവസാനത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടാവുമെന്ന് ബൈബിളിലെ വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതുമായിട്ട് ഇതെല്ലാം കണക്ട് ആവുന്നു. ദെൻ തവള വരുന്നത് മോശയുടെ കാലത്ത് അല്ലെങ്കിൽ ഫറവോന്റെ രാജ്യത്ത് ദൈവം ഉണ്ടാക്കിയ വിനാശത്തിൽ ഒന്നാണ് തവള. പിന്നെ ആ സിങ്ക് പൊട്ടുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ പ്രവർത്തികൾ കാരണം ദൈവത്തിന് ഭൂമിയിൽ പ്രളയം ഉണ്ടാക്കേണ്ടി വരുന്നുണ്ട്. അതുതന്നെ 40 ദിവസം നിർത്താതെ മഴ പെയ്ത് വലിയ തരത്തിലുള്ള പ്രളയം ഉണ്ടായി. അതിൽ നിന്ന് മോശയും കുടുംബത്തെയും പിന്നെ കുറേ ആനിമൽസിനെയും ഒക്കെ സംരക്ഷിച്ച് നിർത്തി എന്നൊക്കെ പറയുന്നില്ലേ, ആ സ്റ്റോറിയുമായിട്ട് കണക്ട് ആവുന്നു. പിന്നെ അങ്ങോട്ട് വരുന്ന സീനിൽ ഫാദറും മദറും തമ്മിൽ കിസ് ചെയ്യുന്നത് നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. അതായത് ഗോഡും നേച്ചറും കിസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു എന്ന് നമുക്ക് ഊഹിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലാണല്ലോ അവൾ പ്രഗ്നന്റ് ആവുക. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം ജീസസ് ക്രൈസ്റ്റിന്റെ അമ്മ ഒരു വിർജിൻ ആയിരുന്നു എന്നാണ് ബൈബിളിൽ പറയുന്നത്. അതുകൊണ്ടായിരിക്കാം ജസ്റ്റ് കിസ് ചെയ്തു ആ ഒരു പോർഷനിൽ വെച്ച് കട്ടായി. അതിനുശേഷം അവൾ പ്രഗ്നന്റ് ആയത് ഡയറക്റ്റ് കാണിച്ചത്. ഇതിനുശേഷമാണ് ഫാദർ പുതിയ കഥ എഴുതി തുടങ്ങുന്നത്. അദ്ദേഹത്തിന് പിന്നെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് കഥയൊക്കെ വന്നിട്ട് പെട്ടെന്ന് തന്നെ കഥ എഴുതി
കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഇവിടെ എഴുതുന്ന കഥയാണ് പുതിയ നിയമം, ബൈബിളിലെ പുതിയ നിയമം. ആദ്യം അദ്ദേഹം ഒരു കഥ എഴുതി വലിയ തരത്തിലുള്ള ഫോളോവേഴ്സിനെ ഉണ്ടാക്കി ഒത്തിരി ഫാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആദ്യത്തെ കഥ ഏതാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ, ഓൾഡ് ടെസ്റ്റ്മെന്റ്, ബൈബിളിലെ പഴയ നിയമം. ഇതിനൊക്കെ ശേഷം വീട്ടിൽ പിന്നെ അങ്ങോട്ട് നടന്നിട്ടുള്ള ഒരു വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിന് മുമ്പായിട്ട് ബ്ലഡ് വരുന്നതായിട്ട് പിന്നെയും കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ബ്ലഡ് ഫസ്റ്റ് ആദമിന്റെയും ഈവിന്റെയും മക്കൾ തമ്മിൽ അടിച്ച് അങ്ങനെ ഉണ്ടായ ഒരു ബ്ലഡ്, ആദ്യത്തെ പാപക്കറ, അത് ഭൂമിയെ വിട്ട് പോയിട്ടില്ലെന്ന് കാണിക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. പിന്നെയും ഓരോരോ ദുരന്തങ്ങൾ നടക്കുമ്പോൾ അത് കൂടി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ബ്ലഡ് കൂടുതലായിട്ട് ഒലിച്ചിറങ്ങുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിലൂടെ ഇനിയും ഭൂമിയിൽ പാപങ്ങൾ നടക്കാനുള്ള സാധ്യത ഉണ്ടെന്നാവാം ഉദ്ദേശിക്കുന്നത്. പിന്നെ അങ്ങോട്ട് നടന്നിട്ടുള്ള വലിയ പ്രശ്നങ്ങൾക്കിടയിൽ ഫാദർ കൂടുതലായിട്ടും അദ്ദേഹത്തിന്റെ ഫാൻസിനെ കെയർ ചെയ്യുന്ന പോലെയാണ് കാണിച്ചിട്ടുള്ളത്. മദറിന്റെ കാര്യങ്ങൾ അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. ഇതിലൂടെ താൻ സൃഷ്ടിച്ചെടുത്ത തന്റെ ജനങ്ങൾക്ക്, തന്നെ ആരാധിക്കുന്ന തന്റെ ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ അദ്ദേഹം തയ്യാറായി. അല്ലെങ്കിൽ മദറിനേക്കാൾ ഉപരിയായി അദ്ദേഹം ജനങ്ങളെ സ്നേഹിച്ചു. ഒടുക്കം മദർ പറഞ്ഞതൊന്നും കേൾക്കാതെ തന്റെ ജനങ്ങൾക്ക് വേണ്ടി തന്റെ സ്വന്തം മകനെ അവരെ ഏൽപ്പിക്കുന്നുണ്ട്. പിന്നെ ജനങ്ങൾ മകനെ എന്താ ചെയ്തതെന്ന് നമുക്കറിയാലോ. ഫാദറിന്റെ ഫാൻസ്, അതായത് ഗോഡ് ക്രിയേറ്റ് ചെയ്ത ജനങ്ങൾ ഇവരുടെ വീട്ടിൽ വന്ന്, അതായത് ഭൂമിയിൽ വന്ന് കാണിച്ചു കൂട്ടിയിട്ടുള്ള പരിപാടിയൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ ബേസിക് ഹ്യൂമൻ നേച്ചർ നമുക്ക് കാണാൻ പറ്റും. എല്ലാം അടിച്ചു നശിപ്പിക്കുക, ഒന്നിനെയും റെസ്പെക്ട് ചെയ്യാത്ത സ്വഭാവം. പ്രകൃതിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗിയുണ്ടല്ലോ. മദർ നേച്ചർ എല്ലാ കാര്യവും നല്ല വൃത്തിയും വെടിപ്പായിട്ട് വെച്ചിരുന്നെങ്കിലും ഇത് ഇഷ്ടപ്പെടാത്ത ജനങ്ങൾ എന്ത് ചെയ്തു, അവരുടേതായിട്ടുള്ള ഡിസൈൻസ് കൊണ്ടുവന്നു. ഒരു പോയിന്റിൽ പെർമിഷൻ കൂടാതെ ഇവരുടെ വീട്ടിൽ ജനങ്ങൾ അതിക്രമിച്ച് കയറി, അല്ലെങ്കിൽ ജനങ്ങൾ കയറി പെയിന്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. പിന്നെ പല സൈഡിൽ നിന്ന് പല മതങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ഒരു മതം തന്നെ സ്പ്ലിറ്റ് ആയി പല മതങ്ങളായി മാറി. ഈ മതങ്ങൾ തമ്മിൽ വലിയ തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടായി, പ്രശ്നങ്ങളുണ്ടായി, അടി വഴക്ക്, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി. പിന്നെ ഓരോരോ വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞു, രാജ്യങ്ങളായിട്ട് തിരിഞ്ഞു, വലിയ തരത്തിലുള്ള യുദ്ധങ്ങളുണ്ടായി. ഇതിനിടയിൽ കുറെ സ്ത്രീകളെ വീടിനുള്ളിൽ ഒരു ജയിലിൽ അടച്ചു വെച്ചിരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു കാലത്ത് സ്ത്രീകൾക്ക് അഭിപ്രായം പറയാൻ പോലുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നല്ലോ. അവരെ വെറും ലൈംഗിക വസ്തുക്കളായിട്ട് മാത്രം ആളുകൾ യൂസ് ചെയ്തിരുന്നു. അതിനെയാണ് കാണിക്കുന്നത്. പിന്നെ അങ്ങോട്ടുണ്ടായിട്ടുള്ള യുദ്ധങ്ങൾ, മതങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, വലിയ തരത്തിലുള്ള സ്ഫോടനങ്ങൾ, ആ പട്ടാളക്കാരനൊക്കെ ഇടയ്ക്ക് കയറി വന്നത്, ഇതൊക്കെ ലോകത്ത് നടന്നിട്ടുള്ള 2 വേൾഡ് വാർസിനെയാണ് കാണിക്കുന്നത്. ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും ഫാദറായ ഗോഡ് വീണ്ടും തന്റെ ജനങ്ങളെ വിശ്വസിക്കാൻ തയ്യാറായി. തന്റെ സ്വന്തം കുഞ്ഞിനെ മദർ അറിയാതെ ജനങ്ങൾക്ക് എടുത്തു കൊടുത്തു. അതായത് ജീസസിനെ ജനങ്ങളെ ഏൽപ്പിച്ചു. പിന്നെ എന്താണ് ജീസസിന് സംഭവിച്ചത്? ജനങ്ങൾ അദ്ദേഹത്തെ കുരിശിലേറ്റി കൊന്നുകളഞ്ഞു. അത് തന്നെയാണ് സിനിമയിലും കാണിക്കുന്നത്. അവർ കുഞ്ഞിനെ കൊന്നുകളയുന്നതിലൂടെ ജീസസ് ക്രൈസ്റ്റിനെ ഇവർ ക്രൂസിഫൈ ചെയ്ത ആ ഒരു സംഭവങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഇന്നും ഈ പള്ളികളിലൊക്കെ കുർബാന നടത്തുമ്പോൾ ജീസസിന്റെ ശരീരവും ബ്ലഡുമാണ് കുടിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ അപ്പവും വീഞ്ഞും ഒക്കെ കൊടുക്കത്തില്ലേ, അതൊക്കെ തന്നെയാണ് ജനങ്ങൾ കുഞ്ഞിനെ കൊന്നിട്ട് അതിന്റെ ശരീരം തിന്നുന്നതിലൂടെ കാണിച്ചു തരുന്നത്. ഏറ്റവും ഒടുക്കം വീടിന് താഴെയുള്ള ബേസ്മെന്റിലുള്ള ടാങ്കുകളിലുള്ള എണ്ണ യൂസ് ചെയ്തിട്ടാണ് മദർ എല്ലാത്തിനെയും കത്തിച്ച് നശിപ്പിക്കുന്നത്. ഭൂമി കുഴിച്ചാൽ എണ്ണ കിട്ടുമല്ലോ, അതൊക്കെ തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഓവറോൾ പറയുകയാണെങ്കിൽ നമ്മുടെ ലോകത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളെയും കണക്ട് ചെയ്ത്, പൊളിറ്റിക്സ്, കെയോസ്, റിലീജിയൻ, ഹ്യൂമാനിറ്റി, യുദ്ധങ്ങൾ, പീഡനങ്ങൾ, ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ കണക്ട് ചെയ്ത് അതൊരു ബൈബിൾ സ്റ്റോറിയുമായിട്ട് കണക്ട് ചെയ്ത് ആ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു പടം. ഇതൊക്കെ ഇങ്ങനൊരു ബൈബിൾ സ്റ്റോറിയുമായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ടെന്ന് സിനിമ കണ്ടു തീർത്തിട്ടുള്ള ഒത്തിരി ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ മനസ്സിലാക്കാൻ ചെറിയൊരു സ്പേസ് പോലും കൊടുക്കാതെയാണ് ഇദ്ദേഹം കഥ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് പറയാം. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ തുടരെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് എവിടെ ചിന്തിക്കാൻ സമയം? ഓരോ കാര്യം കഴിയുമ്പോഴും അടുത്തത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അറ്റ് ലാസ്റ്റ് ഇതൊരു പ്രത്യേക ലോകത്ത് നടക്കുന്ന ഒരു ലൂപ്പ് എന്ന് സങ്കല്പിച്ച് നിർത്താൻ പറ്റുന്ന രീതിയിലാണ് സിനിമയുടെ എൻഡിങ്. എന്നാൽ അതും കഴിഞ്ഞ് ഇതിന് ശരിക്കും ബൈബിളുമായിട്ട് കണക്ഷൻ ഉണ്ട്. അതിലെ സ്റ്റോറീസും ഇതിലെ സ്റ്റോറീസും മാച്ച് ആവുന്നുണ്ടൊക്കെ കണ്ടുപിടിച്ച് വരുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഇതിൽ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ പറയാത്തതായിട്ട് ഒത്തിരി കാര്യങ്ങൾ സിനിമയിൽ പിന്നെയും ഒളിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും നോട്ടീസ് ചെയ്തിട്ടുള്ളവരൊക്കെ കമന്റ് ചെയ്ത് അറിയിക്കുക. ഐ തിങ്ക് മദറും ഫാദറും ധരിച്ചിട്ടുള്ള ഡ്രസ്സുകളിലൂടെ പോലും അവരുടെ ഇമോഷൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ആദ്യ ഭാഗങ്ങളിലൊക്കെ മദർ നല്ല വെള്ള ഡ്രസ്സൊക്കെയാണ് ധരിച്ചിരുന്നത്. ആദ്യ സമയത്തെ ആ ഒരു ബ്രൈറ്റ് കളർ ഡ്രസ്സിൽ നിന്നൊക്കെ മാറി വന്ന് കുറച്ച് ഡാർക്ക് ഷെയ്ഡുള്ള ഡ്രസ്സിലേക്ക് കഥയുടെ അവസാനമാകുമ്പോൾ എത്തുന്നുണ്ട്. ഇതും മദറിന്റെ ഉള്ളിലുള്ള ആ ഒരു ചെസ്റ്റിന്റെ അല്ലെങ്കിൽ ആ ഒരു ക്രിസ്റ്റലിന്റെ ട്രാൻസ്ഫോർമേഷനും ഒക്കെ ഒരേപോലൊക്കെ തന്നെയാണ്. ആദ്യം അത് സോഫ്റ്റ് ആയിരുന്നു, അതിന് ചലിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് വരുന്നതിനനുസരിച്ച് അതിൽ കരി പിടിച്ച് ചലിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി തീർത്തും കട്ടിയുള്ള ഒരു വസ്തുവായി മാറി, ഒരു ക്രിസ്റ്റലായി മാറി. ഇങ്ങനെ ഇനിയും കണ്ടാൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഈ സിനിമയിൽ പറയുന്നുണ്ട്. അതൊക്കെ ഇനിയും നിങ്ങൾ സിനിമ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. എന്തായാലും ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. സിനിമ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അതൊരു സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക.